ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചന്മാരെ, സത്യം പറയാലോ, ഇന്നത്തെ ഈ ഒരു കഥ പറയാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. എന്താണെന്നറിയോ, ഇന്നത്തെ ഈ ഒരു സിനിമയുണ്ടല്ലോ, വല്ലപ്പോഴേ ഇതുപോലത്തെ ഐറ്റംസ് കിട്ടുള്ളൂ. കിടിലൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടിലൻ ട്വിസ്റ്റ്, അതുപോലെ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ ത്രില്ലും. ഒരു പണിയില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു കേസില്ലാ വക്കീലുണ്ട്. ഇയാൾക്കൊരു കേസ് കിട്ടുകയാണ്. കാണാതായ ഒരു പയ്യനുണ്ട്, അവന് തേടി കണ്ടുപിടിക്കണം. അങ്ങനെ ആ ഒരു പയ്യനെ തേടി പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതിപ്പോ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ എങ്ങനെ നിങ്ങളോട് പറയാം. അതായത് ഒരു നത്തോലിയെ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിട്ടുന്ന് കരുതുക, എന്നാൽ ചൂണ്ടയിൽ കുരുങ്ങിയത് ഒരു സ്രാവാണെന്ന് കരുതുക. അതുപോലൊരു കഥ. പരമാവധി ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ തള്ളി വെച്ചിട്ടുണ്ട്. അതൊരു തള്ളലാണോ അല്ലയോ എന്നുള്ളത് കഥ കേട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോകാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ വളരെ മൃഗീയമായിട്ടുള്ള ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മുഖംമൂടിയിട്ട രണ്ട് സൈക്കോകൾ ഒരു മനുഷ്യജീവിയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ്. അത് അവരുടെ വെറൊരു വിനോദം മാത്രമാണ്. അങ്ങനെ അവരുടെ ആ ഒരു വിനോദം കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു ബോഡി അത് മറവ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് സൈക്കോകളല്ല, മറ്റു 3 ആൾക്കാരാണ്. ആ ഒരു ബോഡിയെല്ലാം ഇവര് മറവ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ ഒരു താടിക്കാരൻ കൊല ചെയ്യാൻ, അതായത് ആ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച ആ ഒരു കത്തി ഉണ്ടല്ലോ, ഇയാൾ എടുത്തു വെക്കുന്നുണ്ട്. പക്ഷെ അതെന്തിനാണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു താടിക്കാരനെ നിങ്ങളൊന്ന് നോക്കി വെച്ചേ. കഥ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആവശ്യം വരും. ഇതിനുശേഷം കാണിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഐലൻഡ് ആണ്. അതിലൂടെ ഭയങ്കര സന്തോഷത്തിൽ പോകുന്ന ഒരു മനുഷ്യനും പെട്ടെന്ന് ആ ഒരു ദ്വീപിൽ വെച്ച് ഒരു അലാറ ശബ്ദം കേൾക്കുകയാണ് കേട്ടോ. അതായത് ഒരാളുടെ സ്വപ്നം മാത്രമായിരുന്നു അത്. ഇയാൾ വേഗം ചാടി എഴുന്നേൽക്കുകയാണ്. ആ അലാറം ഓഫ് ആകുന്നുണ്ട്. ഇയാളാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള സാദിഖ്. പണ്ടൊരു വക്കീലായിരുന്നു, ഇപ്പോ പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നൊന്നുമില്ല. അതിനൊരു കാരണമുണ്ട്, അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ രാവിലെ എഴുന്നേറ്റപാട് തന്നെ ഫോൺ ആണെങ്കിൽ ഒരു ഭാഗത്ത് റിംഗ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഒരു കോണിംഗ് ബെൽ അടിക്കുന്നുണ്ട്. വല്ലാത്തൊരു ഡിസ്റ്റർബ് ആയിട്ടുള്ള മോർണിംഗ് തന്നെ. വേഗം ചെന്ന് കതക് തുറക്കുന്നുണ്ട്. കതക് തുറന്നപ്പോൾ തൊട്ട അയൽവാസിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കമീല. ആ കമീല ഉള്ളിലേക്ക് ഇരിക്കുന്നു പറഞ്ഞിട്ട് നേരെ പോയിട്ട് സാദിഖ് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാണ്. നോക്കുമ്പോൾ സാദിഖിന്റെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ട്, മെയ്ഡ് വിളിച്ച് എന്തൊരു ജോലി അവനെ ഏൽപ്പിച്ചതാണ്. അപ്പൊ അധികം വൈകാതെ അങ്ങോട്ടേക്ക് വരാന്ന് പറയണം. അങ്ങനെ ഫോൺ വെച്ച് പിന്നെ കമീലയോട് സാദിഖ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ കമീല പറഞ്ഞു, എന്റെ ഹൗസ് ഓണർ ഉണ്ടല്ലോ ഭയങ്കര പ്രശ്നക്കാരിയാണ്, ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ഡീൽ ചെയ്യാം, ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. കാരണം സാദിഖ് ഒരു വക്കീലാണല്ലോ. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തരാമെന്ന് സാദിഖ് പറയണം. അതുപോലെ തന്നെ ഈ കമീലയെ നോക്കുകയാണെങ്കിൽ അവൾക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ സാദിഖിനെ. കമീല നല്ലൊരു പെൺകുട്ടിയാണെങ്കിലും അവളുടെ സാഹചര്യം കാരണം ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ജോലിയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ. ഇതിനുശേഷം നേരത്തെ വിളിച്ച ഒരു സുഹൃത്തുണ്ടല്ലോ, ആ സുഹൃത്തിനെ കാണാനായിട്ട് സാദിഖ് നേരെ അവരുടെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. ഒരു ലേഡിയാണ്, അവരുടെ പേര് മെയ്ഡ് എന്നാണ്. അത്യാവശ്യം നല്ല റിച്ച് സെറ്റപ്പിലാണ് അവരുള്ളത്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് സാദിഖിനെ കാണുന്നത്. സാദിഖ് വേമ്പാ, ഒരു ജോലിയുണ്ട്, എന്റെ വീട്ടിലെ ഒരു സർവന്റ് ഉണ്ട്, ആ സർവന്റിന്റെ മകൻ തൗഫീഖ് അവനെ കാണാതായിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്, അവനെ ഒന്ന് കണ്ടുപിടിച്ചു തരണം. ഇപ്പൊ സാദിഖ് പറയാണ്, എന്തിനാണ് ഇങ്ങനെയുള്ള ജോലിയൊക്കെ എന്നെ ഏൽപ്പിക്കുന്നത്, ഞാനൊരു വക്കീലല്ലേ, അല്ലാതെ ഒരു ഡിക്റ്റേറ്റീവ് ഒന്നുമില്ലല്ലോ. ഇപ്പൊ ഈ ഒരു മെയ്ഡ് പറയണേ, എടോ എല്ലാത്തിനും വർക്ക് ചെയ്യേണ്ടത് ആ ഒരു തലച്ചോറല്ലേ, ആ തലച്ചോറ് എന്തായാലും നിനക്കുണ്ട്, പിന്നെ ഒരു ജോലി ഇല്ലാതെ നീ വെറുതെ വീട്ടിലിരിക്കല്ലേ, അപ്പൊ ഒരു ജോലി ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുന്നേ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ സാദിഖ് ആ ഒരു കേസ് ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് ഇതിന്റെ ഒരു പോലീസ് ഫ്രണ്ടാണ്, ലീഗലി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും അവസാനം സാദിഖ് ആ ഒരു കേസ് ഏറ്റെടുക്കുകയാണ്. ഇതിനുശേഷം ഈ മെയ്ഡിന്റെ വേലക്കാരി ഉണ്ടല്ലോ, അവരെ കാണാൻ വേണ്ടി പോവാണ്. അവരുടെ മകനെയാണല്ലോ കാണാതായത്. പിന്നീട് സെർവന്റിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, മകൻ എന്താ ചെയ്യുന്നത്. തൗഫീഖ് ജോലി ചെയ്തിരുന്നത് ഒരു സലൂണിലായിരുന്നു. അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്റെ മകൻ നല്ലതാ, അങ്ങനത്തെ യാതൊരു ദുശീലോ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടോ ഒന്നും അവനില്ല. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഈ ഒരു സെർവന്റിന്റെ രണ്ടാമത്തെ മകള് ഹാറ്റി വരുന്നത്. വരുമ്പോ തന്നെ ഭയങ്കര ഒരു മോഡേൺ ആയിട്ടുള്ള ലേഡിയാണ്. അവളുടെ ആ ഒരു ലുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് യാതൊരു റെസ്പെക്റ്റും കൊടുക്കാത്ത ഒരു ക്യാരക്ടറും കൂടിയാണ്. അവള് നേരെ വന്ന് ആ ഒരു ചെയറിലിരിക്കുകയാണ്. പിന്നെ നേരെ ടേബിളിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ട്. എന്താണ് സാറേ, എന്റെ ചേട്ടനെ അന്വേഷിച്ച് വന്നതായിരിക്കുമല്ലേ, അമ്മയോട് ചേട്ടനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. എന്റെ പൊന്ന് സാറേ, എന്റെ അമ്മയ്ക്ക് ചേട്ടനെ കുറിച്ച് ഒന്നും അറിയില്ല, അവനെപ്പോലെ ഒരു ഫ്രോഡിനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ദിവസവും അമ്മ എന്റെ ഫോൺ ചെക്ക് ചെയ്യാറുണ്ട്, അതിന് പകരം അവന്റെ ഫോൺ ചെക്ക് ചെയ്തിരുന്നതിൽ അവന്റെ ഉടായ്പ ഒരു പരിധി വരെ അമ്മയ്ക്ക് മനസ്സിലായേനെ. ശരി മോളെ, നിനക്ക് എന്തെങ്കിലും ചേട്ടനെ കുറിച്ച് അറിയോ ചോദിച്ചപ്പോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്ത രീതിയിൽ സംസാരിച്ച് അവള് നേരെ പുറത്തേക്ക് പോവാണ്. ഒരിത്തിരി നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു സെർവന്റ് ഉണ്ടല്ലോ, ആ ലേഡി വന്നിട്ട് സാറേ എങ്ങനെയെങ്കിലും എന്റെ മകനെ കണ്ടുപിടിച്ചു തരണം, ഇതും പറഞ്ഞിട്ട് അവരുടെ ഒരു സ്വർണ്ണവള ഇപ്പോ സാദിഖിന് കൊടുക്കുകയാണ്. ഇതൊന്നും വേണ്ട, ഞാൻ നോക്കിയിട്ട് അവനെ കണ്ടുപിടിച്ചോളാം എന്ന് പറയാണ്. ഇതിനുശേഷം നേരെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ എവിടെ തുടങ്ങണം എന്നൊരു യാതൊരു ഐഡിയയും സാദിഖിന് കിട്ടുന്നില്ല. ആ സമയത്താണ് സാദിഖ് ഒരു കാര്യം കാണുന്നത്. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിപ്പോയ ഹാറ്റി ഉണ്ടല്ലോ, അതായത് ഈ ഒരു തൗഫീഖിന്റെ അനിയത്തി, ഭയങ്കര അടിപൊളിയായിട്ട് മുടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് റോഡരികിൽ അങ്ങനെ നിൽക്കുകയാണ്. ഒരു കാറ് വന്നിപ്പോ അവൾ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം എന്താണെന്ന് സാദിഖിന് മനസ്സിലായി. ആഹാ, ഇതായിരുന്നല്ലോ ഇപ്പൊ നിന്റെ പരിപാടി, ഓക്കെ ഇവിടെ തന്നെ തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഈ ഹാറ്റി ഒരാളുടെ കൂടെ കാറിൽ കയറി പോയില്ലേ, ആ ഒരു കാറിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പൊ സാദിഖ് അങ്ങനെ പോവാണ്. ആ ഒരു കാറാണെങ്കിൽ ഒരു വലിയ ഹോട്ടലിന്റെ മുന്നിലെത്തുകയാണ്. അവിടെ നിർത്തി അതിന്റെ ഉള്ളിൽ നിന്നും ഒരാളും അതുപോലെ തന്നെ ഹാറ്റിയും കൂടെ അതിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. അവര് വരുന്നത് വരെ തന്നെ പുറത്ത് ഇപ്പൊ സാദിഖ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാറ്റിയും അവളുടെ കൂടെ പോയ ആളും തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അവളുടെ
കൂടെയുള്ള ആളെ കണ്ടിട്ട് സാദിക്ക് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ജോലി അവനെ ഏൽപ്പിച്ച മെയ്ഡ് ഉണ്ടല്ലോ, അവന്റെ സുഹൃത്ത്, ആ മെയ്ഡിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള മേക്കായിരുന്നു ഹാറ്റിയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആഹാ, ഇതിനിടയിൽ ഇങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നല്ലേ. ഇതും പറഞ്ഞ് സാദിക്ക് നേരെ ഈ ഒരു മേക്കിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. എന്നാൽ സാദിക്കിനെ കണ്ടപാട് മേക്ക് ആകെ വിറച്ചു പോവാണ്. അപ്പൊ സാദിക്ക് പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, ഈ കാര്യം ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, എനിക്കൊരു അല്പനേരം ഈ പെൺകുട്ടിയോടൊന്ന് സംസാരിച്ചാൽ മതി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഹാറ്റി അതിന് സമ്മതിക്കുകയാണ്. സാദിക്കിനോട് സംസാരിക്കാനും തുടങ്ങുന്നത്. മോളെ, എനിക്ക് കൂടുതലായിട്ടൊരു കാര്യം അറിയണ്ട, നിനക്ക് നിന്റെ ചേട്ടൻ തൗഫീഖിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം അറിയെങ്കിൽ അത് മാത്രം നീ എന്നോട് പറഞ്ഞാൽ മതി. എന്നാൽ സാദിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയല്ലാതെ നല്ല മറുപടി അല്ല ഹാറ്റി കൊടുക്കുന്നത്. എനിക്കൊന്നും പറയാൻ സൗകര്യമില്ല എന്ന രീതിയിലാണ് അവൾ മറുപടി കൊടുക്കുന്നത്. ഇതേ സമയത്തിന് സാദിക്ക് പറയാണ്, മോളെ, നീ ഈ ഒരു പോക്കൊന്നും ശരിയല്ല കേട്ടോ, ഇതൊക്കെ വളരെ മോശമാണ്, ഭാവിയിൽ നിനക്ക് തന്നെ അത് വലിയ പ്രശ്നമായിട്ട് വരും. ഇപ്പൊ ഹാറ്റി പറയാണ്, ഓ ശരി ഫാദർ, നിങ്ങൾ തന്ത വൈബാണല്ലേ, നിങ്ങൾ എന്തിനാ എന്റെ കാര്യം നോക്കുന്നേ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും. ഒന്ന് പോയുടെ അവിടെ നിന്ന് ഹാറ്റി ഈ സാദിക്കിനോട് ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിച്ച് അവിടുന്ന് പോവാണ്. ഓക്കെ, അവളുടെ ജീവിതം അവൾ എങ്ങനെയാ വെച്ചാൽ ജീവിച്ചോട്ടെ എന്ന് വെച്ച് സാദിക്കും പോവാണ്. ഇതിനുശേഷം സാദിക്ക് നേരെ പോകുന്നത് തൗഫീഖ് ജോലി ചെയ്ത ആ ഒരു സലൂണിലേക്കാണ്. അവിടുത്തെ ആ ഒരു പയ്യന്മാരോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും തൗഫീഖിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇങ്ങോട്ടേക്ക് ജോലിക്ക് വരാറുണ്ട്, ജോലി കഴിഞ്ഞ് പോവാറുണ്ട്. ഇതിനിടയിൽ ആ ഒരു പയ്യൻ വേറൊരു കാര്യം പറയുന്നുണ്ട്. അവന് വലിയ അസുഖവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണുന്ന ആ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് കുറെ നേരം നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇനി ആ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് നേരെ ആ ഒരു ഷോപ്പിൽ പോവാണ്. അവിടുത്തെ ആ ഒരു പയ്യനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ഇവൻ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. തൗഫീഖിനെയും ചോദിച്ചുകൊണ്ട് വെറുതെ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട, ഒരു ആവശ്യമില്ല, അനാവശ്യമായിട്ട് ഇവൻ ചൂടാവുകയാണ് കേട്ടോ. ശരിയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇപ്പോൾ സാദിക്കും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അനാവശ്യമായിട്ട് അവനിങ്ങനെ ചൂടാകണമെങ്കിൽ അവൻ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാം, എന്തായാലും അവനൊന്ന് ഫോളോ ചെയ്യണം. ഇതും വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് രണ്ടാൾക്കാർ വന്നിട്ട് നമ്മുടെ സാദിക്കിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്. നമ്മുടെ സിനിമയുടെ ഹീറോ ആണെന്ന് കരുതിയിട്ട് ആള് വലിയ കൊലമാസമൊന്നും അല്ല കേട്ടോ, അവനാകെ പേടിച്ചുവാണ്. അങ്ങനെ തൂക്കിയെടുത്ത ആ രണ്ടാൾക്കാരും അവനൊരു വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ആർക്കോ ഒരാൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. സാറേ, നമ്മൾ വിചാരിച്ചതുപോലെ ഇവൻ അത്ര ഉഷാറൊന്നുമല്ല, ആളൊരു മണ്ടനാ തോന്നുന്നു. ഇതും പറഞ്ഞ് ഈ ഒരു വണ്ടി നേരെ ഒരു ഗോഡൌണിലേക്ക് വരികയാണ്. നമ്മുടെ സാദിക്കിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ഗുണ്ടയുടെ പേര് നജീബ് എന്നാട്ടോ. അവനെയും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്ക്. എന്തായാലും സാദിക്കിനെയും കൊണ്ട് ഇവർ വന്ന ആ ഒരു ഗോഡൌണിലേക്ക് സാദിക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ വല്ലാത്തൊരു സെറ്റപ്പ് കേട്ടോ. എന്തോ ഒരു വലിയ ക്ലബ്ബാ തോന്നുന്നു. ആ ക്ലബിലേക്ക് ഇറങ്ങി മാത്രമല്ല അതിന്റെ ഒരു ഭാഗത്ത് വെച്ച് ഒരുത്തനായിട്ട് അടിച്ചു കൂട്ടുന്നു. പോരാത്തതിന് അവന്റെ ഓരോ വിരലുകളായിട്ട് മുറിച്ചെടുക്കുകയാണ്. ആ മുറിക്കുന്ന ആളെ കണ്ട സമയത്ത് സാദിക്ക് ഞെട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഏരിയയിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ഖാലിദായിരുന്നത്. ജമേ, ഖാലിദോ? സാദിക്ക് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ ഖാലിദ് അവന്റെ ആ ഒരു പണിയെല്ലാം തീർത്ത് നേരെ സാദിക്കിന്റെ അടുത്തേക്ക് വരികയാണ്. ഹായ് സാർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ഖാലിദിന് കൈ കൊടുക്കുന്നുണ്ട്. ആര്? സാദിക്ക്. ഖാലിദ് ഇപ്പോൾ അവനെ നോക്കിയിട്ട് പറയാണ്, ഒരുത്തന്റെ കൈ മുറിക്കുന്നത് കണ്ടിട്ടും നീ എനിക്ക് കൈ തരാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ അത്യാവശ്യം ധൈര്യമുള്ളവൻ തന്നെയാ. ഇവന്മാര് പറഞ്ഞതുപോലെ നീ ഒരു മണ്ടനൊന്നും അല്ല, നീ ഒരു പയ്യനെ തേടുന്നുണ്ട് എന്നുള്ളൊരു വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് തൗഫീഖ്. ഇത് കേട്ടപാട് തന്നെ സാദിക്ക് ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. പടച്ചോനെ, പെട്ടെന്ന് തോന്നുകയാണ്. ഇതേ നേരം തന്നെ ഖാലിദ് പറയാണ്, ഈ ഒരു ജോലി ചെയ്താൽ നിനക്ക് എത്ര കിട്ടും? 10, 1000 അല്ലെങ്കിൽ 1,00,000? അതൊന്നുമല്ല, അതിനേക്കാൾ ഒരുപാട് മേലെ ഒരു തുക ഞാൻ തരും. തൗഫീഖിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടുകയാണെങ്കിൽ നീ ആദ്യം എന്നെ അറിയിക്കണം എന്ന് പറയാണ്. ഇപ്പോഴാണ് സാദിക്കിന് ഒരു ആശ്വാസമായത്. ഭാഗ്യം, എന്തായാലും ഉപദ്രവിക്കാൻ കൊണ്ടൊന്നുമല്ല. ഇതിനുശേഷം നേരെ സാദിക്ക് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. കാണാതായ തൗഫീഖിന്റെയും ഫോട്ടോ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ആരാണ് ഇവന്? ഈ നാട്ടിലെ ഏറ്റവും വലിയ ഡോൺ വരെ അവനെ തേടി നടക്കുകയാണ്. ഇവൻ എന്ത് പരിപാടി ഒപ്പിച്ചിട്ടാണ് ഈ മുങ്ങിയത്? അതുപോലെ ആ ഒരു മെഡിക്കൽ ഷോപ്പിൽ ആ ഒരു പയ്യനുണ്ടല്ലോ, അവന് നല്ല സംശയമുണ്ട് ഈ ഒരു സാദിക്കിന്. അതുപോലെ സാദിക്ക് അവന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഐലൻഡിന്റെ ചിത്രമുണ്ട്, അതിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവന്റെ ഒരു ആഗ്രഹമാണ് ഇതുപോലെ ഒരു ഐലൻഡ് മേടിച്ച് അവിടെ സെറ്റിൽ ആവണമെന്ന്. പിന്നീട് കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് വീണ്ടും ആ ഐലൻഡിൽ ഉള്ളതുപോലെ സ്വപ്നം കാണുന്നുണ്ട്. അതിൽ ചെറിയൊരു തടാകമുണ്ട്. ആ തടാകത്തിൽ ഒരു തോണിയിൽ അങ്ങനെ തുഴഞ്ഞു പോകുന്ന സാദിക്ക് കൂടെ തന്നെ ഒരു ലേഡി ഉണ്ട്. ആ ലേഡി ആരാണെന്ന് കാണിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാദിക്കും അവന്റെ കൂടെ ആ ഒരു ലേഡി ഉണ്ട്. അത് മറ്റാരുമല്ല, അവന്റെ ഭാര്യ ആയിട്ടുള്ള റസാൻ ആയിരുന്നു. റസാന്റെ കൂട്ടുകാരിയാണ് മെയ്ഡ്. അതായത് സാദിക്കിനെ ഈ ഒരു ജോലി ഏൽപ്പിച്ച ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവര് തന്നെ. മെയ്ഡിന്റെ കൂടെ അവരുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ 4 പേരും കൂടെ ആ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് സാദിക്കിന്റെ ഭാര്യ റസാൻ ഒരു കാര്യം അവനോട് പറയുന്നത്, ഞാൻ ഗർഭിണിയാണെന്ന്. ശരിക്കും ആ ഒരു വാർത്ത കേട്ടപ്പോൾ ആദ്യം ഒന്ന് ഷോക്ക് ആവാണ്. ഭയങ്കരമായിട്ട് സാദിക്കിന് സന്തോഷം തോന്നുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. കണ്ണാടിയിൽ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറുതായിട്ട് കരയുന്നുണ്ട്. അത്രയും സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു അവനത്. എന്നാൽ അടുത്ത സീനിൽ കാണിക്കുന്നത് ഭയങ്കര ശാന്തനായിട്ട് ഒരു പഴയ കണ്ണാടിയിലേക്ക് താടി മുടിയെല്ലാം വളർത്തിയിരിക്കുന്ന സാദിക്കിനെ കാണിച്ചുകൊണ്ടാണ്. അതായത് സന്തോഷകരമായ ആ ഒരു വാർത്ത അവനന്ന് കേട്ടെങ്കിലും ട്രാജിക് ആയിട്ടുള്ള മറ്റെന്തോ ഒരു കാര്യം അവന്റെ ലൈഫിൽ സംഭവിച്ചു. അതെന്താണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെയായി. ഈ കേസിന്റെ അന്വേഷണം തുടങ്ങിയിട്ട് ഇത് 3ാമത്തെ ദിവസമാണ് ഇപ്പോൾ. എന്തായാലും രാവിലെ തന്നെ സാദിക്കിനെ കാണാനായിട്ട് കമീല അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൾ വന്നപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലാണ്. കാരണം എന്താ ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഹൗസ് ഓണർ അവൾക്കൊരു വക്കീൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. സാദിക്ക് പറയണം, നീ കരയൊന്നും വേണ്ട, നമുക്ക് അതിനൊരു കൗണ്ടർ നോട്ടീസ് കൊടുക്കാം, ലീഗലായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ നിനക്ക് തരാം, നീ പേടിയൊന്നും വേണ്ട കേട്ടോ. ഇത് കേട്ടപ്പോഴാണ് കമീലയ്ക്ക് ഒന്ന് ആശ്വാസമായത്. പിന്നീട് ഹാപ്പി ആയിട്ട് തന്നെ സാദിക്കിന്റെ കൂടെ കമീല പുറത്തേക്ക് പോവാണ്. ഇതേ നേരത്ത് കമീലയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമീല ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ജോലിയാണ് ചെയ്യുന്നത്. ഈ ഏരിയയിലെ ഒരു ലോക്കൽ റൗഡി ഉണ്ട്, അയാളുടെ കൂടെ
കൂടിയാണ് മിക്ക സമയത്തും. എപ്പോൾ വിളിച്ചാലും പോകണം. സോ അയാൾ ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. എന്നാൽ കമീല പറയണേ എനിക്ക് പറ്റില്ല, എനിക്ക് എന്റേതായ ചില സമയങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞാൻ വരുന്നില്ല, ഇപ്പൊ വരാൻ പറ്റില്ല എന്ന് പറയാണ്. പിന്നീട് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ സാദിഖിന്റെ കൂടെ അവൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാദിഖ് അവന്റെ അന്വേഷണത്തിനായിട്ട് പുറത്തു പോവാണ്. അതായത് മെഡിക്കൽ ഷോപ്പിൽ ആ ഒരു പയ്യനുണ്ടല്ലോ, അവനെയാണ് സംശയം. അവന്റെ പേര് അഹമ്മദ് എന്നാണ്. അങ്ങനെ ഈ അഹമ്മദ് അറിയാതെ തന്നെ അവനിപ്പോ സാദിഖ് ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുടിസ് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക്, അതായത് ഒരു ചെറിയ ഇടുങ്ങിയ ബിൽഡിങ്, അതിനുള്ളിലേക്ക് ഈ അഹമ്മദ് പോകുന്നുണ്ട്. സോ അതിന്റെ വെയ്ത്താലത്തിന് പോകാൻ വേണ്ടി സാദിഖ് തീരുമാനിക്കുകയാണ്. പതിയെ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ തന്നെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ചില റൗഡികൾ സാദിഖിനെ കയ്യോടെ പൊക്കുകയാണ്. ആദ്യം തന്നെ 2-3 പെട കൊടുക്കുന്നുണ്ട്. എന്നാൽ അപ്പൊ തന്നെ സാദിഖ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കാർഡ് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഈ ഒരു ജോലി അവനെ ഏൽപ്പിച്ച മെയ്ഡ് ഉണ്ടല്ലോ, മെയ്ഡ് എന്ത് സഹായത്തിന് വേണമെങ്കിലും ഒരു പോലീസുകാരനെ വിളിച്ചോന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് കാണിച്ചില്ലേ, ആ ഒരു കാർഡ് കാണിച്ചിട്ട് ഞാൻ ഒരു പോലീസുകാരനെന്ന് പറയണം. അധിക നേരം നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വരുന്ന പറയണം. അപ്പൊ അമ്മമാർ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടത്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്കൊന്നും വേണ്ട, ഇവിടെ ഒരു അഹമ്മദ് എന്ന് പറഞ്ഞ പയ്യനില്ലേ, എനിക്ക് അവനോട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചാൽ മതി, വേറൊരു കുഴപ്പമില്ല, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ അഹമ്മദിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ബിൽഡിങ്ങിന്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ട്. അതിൽ പെൺകുട്ടികളുമുണ്ട്, ആൺകുട്ടികളുണ്ട്. ഇവർക്കൊക്കെ ഭക്ഷണമൊന്നും മര്യാദക്ക് കൊടുക്കുന്നില്ല തോന്നുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് ആരോടും മിണ്ടാതെ ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് പോയി നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പൊ സാദിഖ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഇതൊന്നും വലിയ മൈൻഡ് ആകാതെ സാദിഖ് നേരെ ഉള്ളിലേക്ക് പോകണം. ആ സമയത്ത് അഹമ്മദ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്, നിനക്ക് എന്താടാ വേണ്ടത്? ഇപ്പൊ സാദിഖ് പറയണ, എന്റെ പൊന്നു മോനെ, നീ ഇവിടെ വെച്ച് ഹ്യൂമൻ ട്രാഫിക്കിങ്ങോ എന്ത് വേണമെങ്കിലും നടത്തിക്കോ, എനിക്കതൊരു കുഴപ്പമില്ല. എനിക്ക് ആകെ അറിയേണ്ടത് തൗഫീഖ്, അവൻ എന്താ സംഭവിച്ചത്, അത് മാത്രം നീ പറഞ്ഞാൽ മതി. എന്റെ പൊന്നു സാറേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തൗഫീഖ് അത്ര നല്ല പയ്യനൊന്നുമല്ല. അവൻ എവിടെ പോയി എന്നുള്ള വിവരം ഞങ്ങൾക്കും അറിയില്ല. പിന്നെ അവനായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ഞങ്ങളുടെ അടുത്ത് ജോലി ചോദിച്ചതാ. പിന്നെ അവൻ ഇടയ്ക്കൊരു ഉടായ്പം കാണിച്ചു. ഇവിടെ നിന്ന് ഞങ്ങൾ അറിയാതെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചില പെണ്ണുങ്ങളുമായിട്ട് ഒരു കാറിൽ അവൻ പോകാറുണ്ട്. തിരിച്ച് ആ ഒരു പെൺകുട്ടികളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവരുടെ ദേഹം മുഴുവൻ മുറിയായിരിക്കും. ഇവൻ ആ ഒരു കുട്ടികളെ എന്താ ചെയ്യുന്നതെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പൊ സാദിഖ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ടീമിൽ നിന്നുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് ഈ ഒരു കാര്യം ചെയ്തോ? അഹമ്മദ് ഇപ്പൊ പറയാണ്, ഏയ് അവൻ ഒറ്റയ്ക്കൊന്നുമല്ല, അവന് കൂട്ടായിട്ട് ജോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താടിക്കാരനുണ്ടായിരുന്നു, അവനാണ് കാറുമായിട്ട് വരാറ്. അപ്പൊ ആ ഒരു കാറിന്റെ നമ്പർ എന്താണെന്ന് സാദിഖ് ചോദിച്ചപ്പോൾ അഹമ്മദ് അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, എനിക്ക് ഇത്രയും മതി. അപ്പൊ ശരി ഇത് പറഞ്ഞിട്ട് സാദിഖ് നേരെ പുറത്തേക്ക് പോവാണ്. എന്നാൽ ഇവിടെ നടക്കുന്ന ഇല്ലീഗലായിട്ടുള്ള കുട്ടികളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുവന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ആരോടും സാദിഖ് പറയുന്നില്ല. എന്തായാലും ഇനി ആ ഒരു ജോണിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തൗഫീഖിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവന് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും. അതിന് മുന്നേ തന്നെ സാദിഖ് ഇപ്പൊ ഒരു കാറിന്റെ നമ്പർ കിട്ടിയില്ലേ, അതായത് ജോണി ഉപയോഗിക്കുന്ന ആ ഒരു കാർ, അപ്പൊ അതിന്റെ ആ ഒരു നമ്പർ കൊടുത്തിട്ട് അത് ആരുടേതാണെന്ന് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി സാദിഖ് അവന്റെ ഒരു കൂട്ടുകാരനോട് പറയുന്നുണ്ട്. അതുപോലെ ആ ഒരു അഹമ്മദ് പറഞ്ഞത് ഈ കാണാതായ തൗഫീഖ് ഇവിടുന്ന് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പൊ ചുമ്മാ ഒന്ന് അവിടെ മറിഞ്ഞിരുന്നുകൊണ്ട് വ്യാഴാഴ്ച ഇതുപോലെ ആരെങ്കിലും ഇവിടുന്ന് പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സാദിഖ് അവിടെ മറിഞ്ഞിരുന്ന സമയത്ത് വിചാരിച്ചതുപോലെ തന്നെ രാത്രി ആയപ്പോൾ ഒരു കറുത്ത കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിലേക്ക് പെണ്ണുങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് മറ്റാരുമല്ല, തൗഫീഖിനെ കുറ്റം പറഞ്ഞ അഹമ്മദ് തന്നെയാണ്. ആ ഒരു പെൺകുട്ടിയും കയറ്റിക്കൊണ്ട് കാർ അവിടുന്ന് പോകുന്നുണ്ട്. ആ കാർ ഏതാന്ന് നോക്കാനും പറ്റിയില്ല, അതിനെ ഫോളോ ചെയ്യാനും പറ്റിയില്ല. ആകെ ഒരുമാതിരി എന്തോ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് സാദിഖിപ്പോ. കാരണം ആ ഒരു കാർ ഫോളോ ചെയ്ത് പോയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷനിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സാദിഖ് നടത്തുന്ന ഈ അന്വേഷണങ്ങളൊക്കെ മറ്റൊരാൾ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഗ്യാങ്സ്റ്റർ ഖാലിദ് ഉണ്ടല്ലോ, ഖാലിദിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള നജീബ്. അപ്പൊ നജീബ് ഖാലിദിനെ വിളിച്ച് പറയാണ്, എന്റെ പൊന്നു ഖാലിദ്, ഇവനെ കൊണ്ട് നടക്കും തോന്നില്ല, ഒരുമാതിരി ഒരു അലസനായിട്ടുള്ളവനാ, പോരാത്തതിന് ഒരു മരം ഒണ്ണയും. പിന്നീട് സാദിഖിനും ഒരു കോള് വരുന്നുണ്ട്. വിളിച്ചത് മറ്റാരുമല്ല, അവൻ ഈ ഒരു ജോലി ഏൽപ്പിച്ച അവന്റെ കൂട്ടുകാരിയായിട്ടുള്ള മെയ്ഡ് ഉണ്ടല്ലോ, അവള് തന്നെ. അപ്പൊ അത്യാവശ്യമായിട്ട് നിന്നൊന്ന് കാണണം, നീ ഈ ഹോട്ടലിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിന്റെ അഡ്രസ്സും പറയണം. സാദിഖ് വരാന്നും പറഞ്ഞു. നേരെ അവിടെ പോയിട്ട് സാദിഖ് വെയിറ്റ് ചെയ്യാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ടേക്ക് വന്നത് അവന്റെ സുഹൃത്തായിട്ടുള്ള, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വിളിച്ച മെയ്ഡ് ആയിരുന്നില്ല, പകരം സാദിഖിന്റെ ഭാര്യയായിട്ടുള്ള റസാനായിരുന്നു. റസാനെ കണ്ട പാട് തന്നെ സാദിഖ് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും 6 വർഷങ്ങൾക്ക് മുന്നേ എന്താണ് സംഭവിച്ചത് എന്നിപ്പോ നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് സാദിഖ് അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള റസാൻ രണ്ടുപേരും വക്കീലാണ്. എന്നാൽ റസാൻ ആണെങ്കിൽ അവളുടെ ഏതോ ഒരു കേസിൽ എന്തൊക്കെയോ ചില തിരിമറികൾ നടത്തിയിട്ട് അതിന്റെ പേരിൽ ഒരു 6 വർഷം ശിക്ഷ അവൾക്ക് കിട്ടാൻ വേണ്ടി പോവാണ്. എന്നാൽ ആ സമയത്ത് റസാൻ ഗർഭിണി ആയതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റം മുഴുവനായിട്ടും സാദിഖ് ഏറ്റെടുത്തു. നീ ജയിലിൽ പോകണ്ട, നിനക്ക് പകരം ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളോടുള്ള സ്നേഹം കാരണം സാദിഖ് 6 വർഷം ജയിലിൽ പോയി കിടന്നു. എന്നാൽ ആ സമയത്ത് റസാൻ മറ്റൊരാളെ വിവാഹം കഴിച്ചു. മാത്രമല്ല സാദിഖിന്റെ കുഞ്ഞവളുടെ വയറ്റിലുണ്ടല്ലോ, ആ ഒരു കുഞ്ഞ് വരെ അലസി പോയിട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ പച്ചയ്ക്ക് സാദിഖിനെ റസാൻ വഞ്ചിച്ചു എന്ന് പറയാം. ആ ഒരു കാര്യമെല്ലാം അറിഞ്ഞ് സാദിഖ് വല്ലാതെ തളർന്നു പോയിട്ടുണ്ട്. ഇപ്പൊ സാദിഖ് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ എന്തിനാ എന്നെ കാണാൻ വന്നത്? റസാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറയാണ്, ലൈഫിൽ ചില അബദ്ധങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വലിയൊരു പ്രശ്നത്തിൽ വന്ന് പെട്ടിരിക്കുകയാണ്. അന്നത്തേതുപോലെ തന്നെ ഒരു കേസിൽ വന്ന് പെട്ടിട്ടുണ്ട്. അധികം വൈകാതെ ചിലപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും. നിനക്ക് പറ്റുകയാണെങ്കിൽ അന്നത്തെ പോലെ തന്നെ ആ ഒരു കേസ് നീ ഏറ്റെടുക്കും, നല്ല കാശ് നിനക്ക് തരും. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഗർഭിണിയാണ്, അന്നത്തെ പോലെ തന്നെ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് സാദിഖിനോട് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സീന് കണ്ടപ്പോൾ എനിക്ക് ഒരു ആട്ടലാട്ടാനേ തോന്നിയത്. പക്ഷേ സാദിഖ് അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സാദിഖ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. മാത്രമല്ല പുറത്ത് വന്നിട്ട് അവൻ വല്ലാണ്ട് കിടന്ന് കരയാണ് കേട്ടോ. ആ ഒരു മനുഷ്യനെ ഒരു തവണ ചതിച്ചു, വഞ്ചിച്ചു, വല്ലാണ്ട് അവള് വേദനിപ്പിച്ചു.
ഏൽപ്പിച്ചു. എന്നിട്ട് വീണ്ടും അവന്റെ ആസനത്തിന് ചുണ്ണാമ്പ് ചേക്കാൻ വേണ്ടിയിട്ട് റസാൻ വന്നിരിക്കുകയാണ്. എന്തായാലും ആ ഒരു പാവം കുറെ കരഞ്ഞിട്ട് നേരെ അവന്റെ വീട്ടിലേക്കല്ല പകരം കമീലയുടെ വീട്ടിലേക്ക് പോവാണ്. ആകെ ഡിപ്രസ് ആയി നിൽക്കുന്ന സാദിക്ക് കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നുണ്ട്. ഈ സമയത്ത് കമീല പറയാണ്, സാദിക്ക് ഞാൻ പണ്ടത്തതുപോലെ ആ ഒരു വൃത്തികെട്ട ജോലിക്കൊന്നും ഇപ്പൊ പോകുന്നില്ല, എനിക്ക് ഇതിന് ഒരുപാട് ഇഷ്ടമാണ്. ഇതേ നേരം തന്നെ സാദിക്കിന് അവന്റെ ആ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ മേട് വിളിക്കുകയാണ്. മേട് വിളിച്ച പാടിന് സാദിക്ക് വല്ലാണ്ട് ചൂടാവാണ്. നീ എന്തിന്റെ പേരില എന്റെ ഭാര്യയല്ല എന്റെ എക്സ് വൈഫ് പഴയ ഭാര്യനെ എന്റെ അടുത്തേക്ക് വിട്ടത്, വീണ്ടും എന്നെ വഞ്ചിക്കാനാണോ? നിങ്ങൾ രണ്ടുപേരും കൂടെ വെറുതെ എന്നെ വീണ്ടും പെടുത്താൻ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ സാദിക്ക് കോള് കട്ടിയാണ്. അതുപോലെ തന്നെ സാദിക്ക് ഇപ്പൊ കമീലയോട് പറയാണ്, കമീല എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ ഇവിടെ വെച്ച് നിന്നെ പ്രപ്പോസ് ചെയ്യാണ്, എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടോ ചോദിക്കുകയാണ്. ഇത് കേട്ടപാട് കമീലക്കൊരു സന്തോഷം വന്നതിന് കണ്ണും പൂട്ടി അവൾ ഈ ഒരു കാര്യം സമ്മതിക്കുകയാണ് കേട്ടോ. മാത്രല്ല ഇതേ രാത്രിയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ആ ഒരു മെഡിക്കൽ ഷോപ്പിലെ പയ്യനുണ്ടല്ലോ അഹമ്മദ്, അവന് രാത്രിയിൽ വീട്ടിൽ ആരോ ഒരാൾ വന്നിട്ട് വെടിവെച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാരാണെന്ന് അറിയില്ല. അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ സാദിക്ക് ഈ ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 5ാമത്തെ ദിവസമാണ്. രാവിലെ ആയപ്പോ തന്നെ മെഡിക്കൽ ഷോപ്പിൽ ആ ഒരു പയ്യനുണ്ടല്ലോ അവൻ വെടിയേറ്റ് മരിച്ച കാര്യം ഇപ്പൊ സാദിക്ക് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാറ്, അതിന്റെ ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അതിന്റെ ഓണർ മറ്റാരുമല്ല കാണാതായ തൗഫീഖിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു ജോണി ഉണ്ടല്ലോ അവന്റെ കാർ തന്നെയാണ്. മാത്രമല്ല ആളൊരു എക്സ് പോലീസ് ഓഫീസറാണ്, റിട്ടയർഡ് ആയതാണ്. അതുപോലെ അവൻ നിലവിൽ വർക്ക് ചെയ്തിരുന്നത് കോൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. പക്ഷെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ അന്വേഷിക്കുന്ന ജോണി ഉണ്ടല്ലോ 10 ദിവസങ്ങൾക്ക് മുന്നേ കാർ അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ഒരു ഡെഡ് എൻഡിലേക്ക് സാദിക്ക് എത്തുകയാണ്. എങ്ങനെങ്കിലും ഈ ഒരു ജോണി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവൻ വഴി തൗഫീഖിൽ എത്താമെന്നാണ് സാദിക്ക് വിചാരിച്ചത്. എന്നാൽ അന്വേഷിക്കാൻ പോയ ആ ഒരു ജോണി തന്നെ മരിച്ചിട്ടുണ്ട്. എന്നാലും കേസിനെ അങ്ങനെ വിട്ടു കളയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സാദിക്ക് നേരെ പോകുന്നത് മരിച്ചുപോയ ഈ ജോണിയുടെ വീട്ടിലേക്കാണ്. വന്ന പാട് തന്നെ അവൻ ജോലി ചെയ്ത ഒരു കോൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ അതിൽ നിന്ന് വന്ന ഒരു ഇൻഷുറൻസ് ഏജന്റാന്ന് പറയണം. ഇപ്പോൾ മരിച്ചുപോയ ജോണിയുടെ ഭാര്യ ഉണ്ടല്ലോ നേരെ ഉള്ളിലേക്ക് വിളിക്കുകയാണ്. മാത്രമല്ല ഒരു കാര്യം പറയുന്നുണ്ട്, ഓൾറെഡി കമ്പനിയിൽ നിന്നും ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നല്ലോ, ഇൻഷുറൻസിന്റെ തുകയായിട്ട് കുറച്ച് എമൗണ്ടും അതുപോലെ തന്നെ ഈ വീടും എനിക്ക് തന്നിട്ടുണ്ട്. പകരം അവർ ഇവിടുന്ന് കൊണ്ടുപോയത് എന്റെ ജോണിയുടെ ഒരു ബാഗ് മാത്രമാണ്. ഓ അങ്ങനെയാണോ, ഓൾറെഡി ഒരു ഏജന്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലേ, അയാളുടെ വിസിറ്റിംഗ് കാർഡോ അല്ലെങ്കിൽ വല്ല ഡീറ്റെയിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ജോണിയുടെ ഭാര്യ ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് സാദിക്ക് ആ ഒരു കാർഡ് മേടിച്ച് ഇവിടുന്ന് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് സാദിക്ക് ഇങ്ങനെ വിചാരിക്കുകയാണ്, ആരാണ്ട് ഈ തൗഫീഖ്, ഒരു സാധാരണ മിസ്സിംഗ് കേസാന്ന് വിചാരിച്ചിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ആളൊരു അറാത്തലാണ്. പെണ്ണുങ്ങളെ കൊണ്ടുപോവുക, ഉപദ്രവിച്ച് തിരിച്ചു കൊണ്ടുവരിക, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുവന്ന ഗ്രൂപ്പിൽ ഒരു അംഗമാവുക. അതിന് പുറമെ ഈ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ഖാലിദും അവനെ തേടി നടക്കുകയാണ്. എന്താണ് ഈ തൗഫീഖ് ശരിക്കും ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്, ഇവൻ ആരാണ്ടാ? അങ്ങനെ ആ ഒരു വീടിന്റെ പുറത്ത് പോയിട്ട് സാദിക്ക് അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് മരിച്ചുപോയ ഈ ജോണി ഉണ്ടല്ലോ ഇവന്റെ ഭാര്യയും ഭാര്യയുടെ കൂടെ അമ്മയെ തോന്നുന്നു, ഇവർ രണ്ടുപേരും കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് തന്നെ ഈ സാദിക്കിനെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തിനാണ് ആ കോലത്തിൽ അവരങ്ങനെ നോക്കിയെന്ന് അറിയില്ല. ഇതേ നേരം തന്നെ സാദിക്കിന് ഒരു കോള് വരുന്നുണ്ട്. വിളിച്ചത് മറ്റാരുമല്ല, ആ ജോലി അവനെ ഏൽപ്പിച്ച മേഡ് തന്നെയാണ്. മേഡ് പറയാണ്, നിന്നെ ഈ ജോലി ഏൽപ്പിച്ചത് ഞാനല്ലേ, നിർത്തിയേക്ക്, ഇനി ഈ കേസുമായിട്ട് നീ മുന്നോട്ടേക്ക് പോകണ്ട. അതുപോലെ നിന്റെ ഭാര്യ റസാൻ നിന്നെ കാണാൻ വന്നത് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടല്ലേ, നിനക്ക് നല്ല തുകയും കിട്ടുമല്ലോ, പിന്നെന്താ നിനക്കൊന്ന് ഹെൽപ്പ് ചെയ്താൽ, നിന്റെ ആദ്യത്തെ ഭാര്യയല്ലേ. അങ്ങനെ ഒരുമാതിരി ഒരു കൊണച്ച വർത്താനം പറയാണ്. സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞു കയറും. ഒരു വട്ടം തേച്ചിട്ട് പോയി, സത്യം പറഞ്ഞാൽ ഓമ്പിച്ചു എന്ന് പറയാം. രണ്ടാമത്തെ തവണയും ഓമ്പിക്കാനായിട്ട് നിന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മേഡ് പറയുന്നത്. ഇപ്പൊ സാദിക്ക് പറയാണ്, നീ എനിക്ക് ഒരാഴ്ച സമയം തന്നിട്ടുണ്ട്, ഇന്ന് 5 ദിവസമായിട്ടുള്ളൂ, അതുകൊണ്ട് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരാന്ന് പറയണം. ഇതിനുശേഷം നേരെ സാദിക്ക് പോകുന്നത് കമീലയുടെ വീട്ടിലേക്കാണ്. എന്നാൽ അവളുടെ വീട്ടിലേക്ക് വന്നപ്പോ മുഖത്തെല്ലാം അടി കിട്ടി, വല്ലാത്തൊരു കോലത്തിലാണ് കമീല ഇരിക്കുന്നത്. ആരടിച്ചെന്ന് ചോദിച്ചപ്പോ ഇവിടുത്തെ ആ ഒരു ലോക്കൽ റൗഡീസ് ഉണ്ടല്ലോ അവന്മാര് വന്നിട്ടാണ് ഇതുപോലെ ഉപദ്രവിച്ചിട്ട് പോയത്. അതായത് സാദിക്കിന്റെ കൂടെ ആ ഒരു കമ്മിറ്റ് ആയതിനു ശേഷം കമീല ആരുടെ കൂടെയും പോവാറില്ല. അപ്പൊ അതിന്റെ ആ ഒരു ദേഷ്യം കമീല തീർത്താണ്. ഇപ്പൊ കമീലയോട് സാദിക്ക് ചോദിക്കുന്നുണ്ട്, അവരുടെ പേര് പറ, എവിടെയാണ് അവര്? ഇപ്പൊ കമീല പറയണ സാദിക്ക് വേണ്ട, അവരൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ആൾക്കാരാണ്. സാദിക്ക് പറയാണ്, നീ അവരുടെ പേര് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ പേടിയോട് കൂടിയിട്ട് കമീല ഡീറ്റെയിൽ പറയുന്നുണ്ട്. സാദിക്ക് അപ്പൊ തന്നെ അവിടുത്തെ ആ ഒരു ഗ്യാങ്സ്റ്റർ ഉണ്ടല്ലോ ഖാലിദിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയാണ്. അതായത് ഖാലിദ് അന്നേ സാദിക്കിനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരുന്നു. അങ്ങനെ സാദിക്ക് കാര്യങ്ങൾ വിളിച്ച് ഖാലിദിനോട് പറയാണ്. അതുപോലെ തന്നെ ഖാലിദിന് 2 ആൾക്കാർ വന്നിട്ട് ആ ലോക്കൽ റൗഡീസിനെ അടിച്ച് പാഞ്ഞി കിട്ടിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് കമീലയോട് തന്നെ ഇവര് മാപ്പ് പറയിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് കമീല ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ആരാണ്ടവൻ സാദിക്ക് ഇത്ര പവർഫുൾ ആണോ? അവളാകെ ഞെട്ടിപ്പോയിട്ടുണ്ട്. മാത്രമല്ല അന്ന് രാത്രി രണ്ടുപേരും നന്നായിട്ട് റൊമാൻസ് ചെയ്യാണ്. മാത്രമല്ല രാത്രിയായ സമയത്ത് സാദിക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്വപ്നം കാണുകയാണ്. ആ ഒരു ഐലൻഡ്, അവന്റെ കൂടെ തന്നെ നമ്മുടെ കമീലയുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അവന് സന്തോഷം തോന്നുന്ന ഒരു സ്വപ്നം. എന്തായാലും അന്നേ ദിവസവും കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇന്ന് കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 6ാമത്തെ ദിവസമാണ്. രാവിലെ ആയപ്പോൾ തന്നെ സാദിക്കിന് ഒരു കോള് വരുന്നുണ്ട്. വിളിച്ചത് മറ്റാരുമല്ല, കാണാതായ തൗഫീഖ് ഉണ്ടല്ലോ അവന്റെ ആ ഒരു അറാത്തലായിട്ടുള്ള അഹങ്കാരം പിടിച്ച ഒരു അനിയത്തി ഉണ്ടല്ലോ ഹാറ്റിയാണ് ഇപ്പൊ സാദിക്കിനെ വിളിച്ചിരിക്കുന്നത്. ഹാറ്റി ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഹാറ്റിയെ കാണാൻ വേണ്ടി സാദിക്ക് നേരെ ഒരു പാർക്കിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് കാണാതായ എന്റെ ചേട്ടൻ തൗഫീഖ് ഉണ്ടല്ലോ അവന്റെ ഒരു ഫോൺ എന്റെ കയ്യിലുണ്ട്, ആ ഫോൺ ഞാൻ നിങ്ങൾക്ക് തരണമെങ്കിൽ നല്ലൊരു തുക എനിക്ക് വേണം. അപ്പൊ ആ ഒരു തുക കേട്ടപാട് തന്നെ സാദിക്ക് ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഹാറ്റിക്ക് മനസ്സിലായി ഇയാളുടെ കയ്യിൽ കാശൊന്നുമില്ല. അപ്പൊ ഹാറ്റി തന്നെ പറയാണ്, നിങ്ങളുടെ കയ്യിൽ കാശില്ലാന്ന് എനിക്കറിയാം, പക്ഷേ കാശ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗം ഞാൻ നിങ്ങളോട്
നിങ്ങളോട് പറഞ്ഞു തരട്ടെ. എന്റെ കൂടെ എപ്പോഴും നടക്കുന്ന നിങ്ങളുടെ ആ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ മാക്ക്, അയാളെ ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് മെയിൽ ചെയ്താൽ മതി, കാശ് കിട്ടുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സാദിക്ക് ഹാറ്റി ഒന്ന് നോക്കിയിട്ട് പറയാണ്, മോളെ നീ വല്ലാണ്ട് മോശമായിട്ടുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ ഹാറ്റി പറയണ, എടോ നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ കാശ് തന്നിട്ട് ഈ ഫോൺ മേടിച്ചിട്ട് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇത് തരില്ല എന്ന് പറയണം. നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തിൽ സാദിക്ക് അവിടെ നിന്ന് പോവാണ്. എന്നാൽ അവളോട് എന്താ പറയാ, ദേഷ്യത്തിലൊന്നും സംസാരിക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് സാദിക്ക് ഒരു ഷോപ്പിൽ ഒരു ന്യൂസ് പേപ്പർ കാണുന്നുണ്ട്. അതിലൊരു വാർത്ത പെട്ടെന്ന് തന്നെ സാദിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം കാണാതായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരുന്നത്. ഈ പെൺകുട്ടിയെ ഒരു സ്ഥലത്ത് സാദിക്ക് കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് മനസ്സിലായോ? അന്ന് അഹമ്മദിന്റെ പിന്നാലെ പോയപ്പോൾ ഒരു ഗുഡ്സ് മുറിയിൽ, അതായത് ഒരു ഇടുങ്ങിയ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോയില്ലേ, അവിടെ ഒരുപാട് കുട്ടികളുടെ ഇടയിൽ ഈ കുട്ടിയെ സാദിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കാണാതായ ഈ ഒരു കുട്ടിയെ തേടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അപ്പൊ ആ ഒരു വാർത്ത കണ്ട സമയത്ത് സാദിക്കിന് എന്തോ പോലെ ആകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനുശേഷം നേരെ സാദിക്ക് കാണാൻ ചെല്ലുന്നത് ആ ഒരു മാഗിനെയാണ്. മാഗിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ മാഗ് പറയാണ്, കാശ് എന്തായാലും ഞാൻ തരാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ഒരു കാശ് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് സാദിക്ക് മാഗിനോട് ഒരു കാര്യം പറയാണ്, നീ ഇങ്ങനെ പെൺകുട്ടികളുടെ കൂടെ നടക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോ, അവളുമാര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ നാറ്റിക്കാൻ പറ്റുമെന്ന് പറയാണ്. ഇപ്പൊ മാഗ് പറയാണ്, എന്റെ സാദിക്ക് നീ എന്താ വിചാരിച്ചത്? എന്റെ ലിസ്റ്റിൽ ആ ഒരു പെണ്ണ്, അതായത് ഹാറ്റി മാത്രമേ ഉള്ളൂ എന്നാണോ? ഒരുപാട് എണ്ണം ഉണ്ട്. അതുപോലെ ഇവളുമാരൊക്കെ എന്തെങ്കിലും തിരിച്ചു പോകുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ എല്ലാ വീഡിയോസും എന്റെ കയ്യിലുണ്ട്. അപ്പൊ വല്ലാണ്ട് ഇവളുമാര് തല പൊക്കാൻ വന്നിട്ടുണ്ടല്ലോ, ഇതെടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്യും, എല്ലാത്തിന്റെയും പത്തി അപ്പത്താണോളും. ഈ സാദിക്കിന്റെ കൂട്ടുകാരനാണ് മാക്ക്. പെൺകുട്ടികൾ ഇതുപോലെ തന്നെ കൂടെ കൊണ്ടുവന്നു പോരായിട്ട് ഇവൻ കാണിച്ച ആ ഒരു വൃത്തികേട് കേട്ട സമയത്ത് സാദിക്കിന് തന്നെ അവനിട്ടൊന്ന് പൊട്ടിക്കാൻ തോന്നി കേട്ടോ. എന്നാൽ കൂട്ടുകാരനല്ലേ, ഒന്നും മിണ്ടാതെ സാദിക്ക് വരുന്നുണ്ട്. ഇതിനുശേഷം ഹാറ്റി പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് ആ ഒരു എമൗണ്ട് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് സാദിക്ക് പറയാണ്, മോളുടെ ഒരു പോക്ക് അത്ര നല്ലതല്ല, ഒന്ന് സൂക്ഷിച്ചോണേ. അതായത് ഈ ഹാറ്റിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ മാക്കിന്റെ കയ്യിലുണ്ട്, അതൊന്നും ഹാറ്റിക്ക് അറിയില്ല. എന്തായാലും അതുകൊണ്ടാണ് സാദിക്ക് വീണ്ടും ഈ ഒരു കാര്യം പറയുന്നത്. അപ്പൊ ഹാറ്റി പറയാണ്, നിങ്ങൾ എന്റെ തന്തയാവാൻ നോക്കല്ലേ, കാശ് തന്നു, ഫോണും കിട്ടി, നിങ്ങൾക്ക് പോയിക്കൂടെ? സാദിക്ക് ഇപ്പൊ അവിടെ നിന്ന് എന്ത് പറയാനാ? എന്തായാലും ആ ഒരു ഫോൺ എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പോയ പാട് തന്നെ ആ ഒരു ഫോൺ ചെക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ തൗഫീഖിന്റെ ചങ്ങാതിയായിട്ടുള്ള ജോണി മെസ്സേജ് അയച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ, നമുക്കത് വേഗം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ജോണി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജോണി ആണെങ്കിൽ ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ് എന്നൊരു അക്കൗണ്ടിൽ നിന്നും അവനൊരു മെസ്സേജ് വന്നിരിക്കുകയാണ്, നീ എത്ര ദിവസമായി റെസ്പോൺസ് ആക്കിയിട്ട്, എന്റെ മുത്തേ ഒന്ന് റെസ്പോൺസ് ആക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആരോ ഒരാള് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത് സാദിക്ക് വിചാരിക്കുകയാണ്, ഇതേതപ്പോ പുതിയൊരു അവതാരം. അങ്ങനെ ആ ഒരു ഫോണിൽ ഓരോ ഫോട്ടോസ് ആയിട്ട് സാദിക്ക് അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഫോട്ടോ, ഒരു ലേഡിയുടെ ഫോട്ടോ കാണുകയാണ്. കണ്ട പാടിന് സാദിക്ക് വിചാരിക്കുകയാണ്, ഈ ലേഡിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു ലേഡി. അങ്ങനെ ഓരോ ഫോട്ടോ ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ സാദിക്കിന്റെ ഒരു കാര്യം കണ്ട് ഞെട്ടുന്നു. കാരണം ഭയങ്കര മോഡേൺ ആയിട്ട് വസ്ത്രം ധരിച്ച ആ ഒരു സ്ത്രീ, അത് മറ്റാരുമല്ല, അവൻ തേടിക്കൊണ്ടിരിക്കുന്ന തൗഫീഖ് ഉണ്ടല്ലോ, ആ തൗഫീഖാണ് ആ രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു ഫോട്ടോയിൽ അവന്റെ ദേഹത്ത് കൈവച്ചിരിക്കുന്ന ഒരാളെയും കാണുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഗ്യാങ്സ്റ്റർ ഖാലിദ് ഉണ്ടല്ലോ, അയാള് തന്നെയാണ്. ആഹാ, നമ്മുടെ ഖാലിദ് ഒരു കുണ്ടൻ ഷെപ്പേഡ്. എന്തായാലും കാര്യം മനസ്സിലായില്ലേ? ഖാലിദിന്റെ ഗേൾഫ്രണ്ട് ആയിട്ട്, അതായത് രണ്ടുപേരും പാർട്ട്നേഴ്സ് ആയിരുന്നു. അതിന്റെ പേരിലാണ് ഖാലിദ് ഇപ്പോൾ തൗഫീഖിനെ തേടിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യം ഇപ്പോൾ സാദിഖിന് മനസ്സിലായി. എന്തായാലും ഇതിനുശേഷം ഏത് രീതിയിൽ അന്വേഷിക്കണമെന്ന് സാദിഖിന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതായത് തൗഫീഖിനെയും കാണുന്നില്ല, അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ജോണിയും കാണുന്നില്ല. ഇനിയിപ്പോ എങ്ങോട്ടാ അന്വേഷണമായിട്ട് പോവുക? ഒരു തുമ്പും വാലും കിട്ടുന്നില്ല, ഒരുമാതിരി ഒരു ഡെഡ് എൻഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു പിടുത്തവും ഇല്ലാതെ എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ വീണ്ടും അതാ ഒരു കോള് വരുന്നു. മറ്റാരുമല്ല, കാണാതായ തൗഫീഖിന്റെ അനിയത്തി ഹാറ്റി തന്നെ. ഇനി എന്താണോ അടുത്ത പുലിവാലെന്ന് വിചാരിച്ചിട്ട് സാദിഖ് ഫോൺ എടുത്തപ്പോൾ ഹാറ്റി പറയാണ്, എന്താണ് സാദിഖ്, ഫോൺ മുഴുവൻ പരിശോധിച്ച് നോക്കിയ, കൂടുതലായിട്ടൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിന്റെ പാസ്വേഡ് കിട്ടിയാലേ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. ആ ഒരു പാസ്വേഡ് വേണമെങ്കിൽ കുറച്ചുകൂടെ കാശ് വേണമെന്ന് പറയണം. ഇപ്പൊ സാദിഖ് പറയാണ്, പൊന്നു മോളെ ഓവർ ആക്കല്ലേ, നീ വല്ലാണ്ട് കിടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പൊ ഹാറ്റി പറയാണ്, എടോ നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് വേണോ, ഞാൻ പറഞ്ഞ കാശ് തന്നാൽ പാസ്വേഡ് പറഞ്ഞുതരും. ഇതും പറഞ്ഞ് ഹാറ്റി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സാദിഖ് വിചാരിക്കുകയാണ്, പെണ്ണ് ഓവറായിട്ട് കളിക്കുന്നുണ്ട്, ഒരു പണി തിരിച്ചു കൊടുക്കണം. സാദിഖ് വേഗം തന്നെ കൂട്ടുകാരൻ മാക്കിനെ വിളിക്കുകയാണ്. എടാ മാക്കേ, നീ അന്ന് പറഞ്ഞതുപോലെ ആ ഹാറ്റിയുടെ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ നീ എടുത്ത് വെച്ചിട്ടില്ലേ, അതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സാദിഖ് അവന്റെ ഫോണിലേക്ക് ആ ഒരു വീഡിയോ ഫോട്ടോ എല്ലാം മേടിക്കുകയാണ്. പിറ്റേ ദിവസം ഹാറ്റി പറഞ്ഞതുപോലെ തന്നെ അവളെ കാണാനായിട്ട് സാദിഖ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ ഹാറ്റി പറയാണ്, ആ കറക്റ്റ് സമയത്ത് തന്നെ വന്നല്ലോ, കാശ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ സാദിഖ് പറയാണ്, അതിനു മുന്നേ നീ ഈ വീഡിയോ ഒന്ന് കാണുന്നു പറഞ്ഞിട്ട് ഹാറ്റിയുടെ ആ ഒരു എന്താ പറയാ ന്യൂഡായിട്ടുള്ള വീഡിയോ അവളെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ട പാട് തന്നെ അവൾ ഞെട്ടി തരിച്ചു പോയി എന്ന് പറയാം. ആകെ ഷോക്കായിട്ട് അവൾ അവിടെ ഇരുന്ന് പോകുന്നുണ്ട്. ഈ വീഡിയോ ആരാണ് കൊടുത്തതെന്നും സാദിഖ് പറയുന്നുണ്ട്. ഇപ്പൊ ഹാറ്റി പറയാണ്, അയാൾ അത്രയും വൃത്തികെട്ടവനായിരുന്നല്ലേ. ഇപ്പൊ ഹാറ്റിയോട് സാദിഖ് ചോദിക്കണം, അല്ല അപ്പൊ നീ നല്ല ആളാണോ, നീ കാണിച്ചു കൂട്ടിയതൊക്കെ എന്താണ്? ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ഹാറ്റി ഒരു കാര്യം പറയുന്നുണ്ട്, എടോ സാദിഖ്, നിനക്ക് എന്നെ കുറിച്ച് എന്താ അറിയാ, എന്റെ ലൈഫ് എന്താ ഇങ്ങനെ ആയതെന്ന് വല്ല ധാരണയുണ്ടോ നിങ്ങൾക്ക്? എന്നെ ഉണ്ടല്ലോ ആ നാറിയുടെ കയ്യിൽ കൊണ്ടേ വിറ്റത് മറ്റാരുമല്ല, എന്റെ സ്വന്തം ചേട്ടൻ തൗഫീഖാണ്. എന്റെ ലൈഫിൽ പിന്നീട് സംഭവിച്ച ഓരോ കാര്യം എല്ലാത്തിനും കാരണക്കാരൻ എന്റെ ചേട്ടനാണ് ആ തൗഫീഖ്. പിന്നെ എന്നെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ആ ഒരു കൂട്ടുകാരൻ മാക്ക്, അയാൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ അത് മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം കേട്ടപ്പോൾ സാദിഖിന് തോന്നുകയാണ്, കൂട്ടുകാരൻ മാക്ക്
അത്രയും വൃത്തികെട്ടവനാണോ? അതുപോലെ കുറച്ച് മോശമായിട്ട് ഇത്രയും നാൾ പെരുമാറിയിട്ട് അവൾ കാശിന് വേണ്ടി കാണിച്ചു കൂട്ടിയതൊന്നും ചുമ്മാ അത് വെച്ച് അടിച്ചു പൊളിക്കാനായിരുന്നില്ല. അതിന്റെ കാരണം ഹാറ്റി പറയാണ്, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് നന്നായിട്ട് പഠിക്കണം, പുറത്തേക്ക് പോകണം, അതിന് കാശ് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇത് കേട്ടപ്പോൾ സാദിഖിന് എന്തോ വല്ലാണ്ട് പാവം തോന്നുകയാണ്. അതുപോലെ തന്നെ ഹാറ്റിക്കാണെങ്കിൽ ആ ഒരു വീഡിയോ ഫോട്ടോ ഇതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര പേടിയുണ്ട്. ഇപ്പൊ ഹാറ്റിയെ സാദിഖ് സമാധാനിപ്പിക്കുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, ഇതൊന്നും ആരും കാണാൻ വേണ്ടി പോകുന്നില്ല, എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം, അതിന് മുന്നേ ആ ഒരു പാസ്വേഡ് തന്നിട്ട് നീ പോയിക്കോന്ന് പറയാണ്. ഹാറ്റി ഇപ്പൊ ആ ഒരു പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവളുടെ ആ ഒരു അഹങ്കാരമൊക്കെ ആകെ കുറഞ്ഞിരിക്കുകയാണ്. അഹങ്കാരമൊന്നും ആയിരുന്നില്ല, വെറും ആക്ടിങ് ആയിരുന്നു അത്. സത്യം പറഞ്ഞാൽ ഒരു പാവം പെൺകുട്ടിയായിരുന്നു ഈ ഹാറ്റി. ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടതാണ്. എന്തായാലും സാദിഖിനിപ്പോൾ ആ ഒരു പാസ്വേഡ് കിട്ടിയിട്ടുണ്ട്. നേരെ ആ ഒരു പാസ്വേഡ് ആ ഒരു സോഫ്റ്റ്വെയറിൽ അടിച്ച സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നും വേറെയും കുറച്ച് ഡീറ്റെയിൽസ് സാദിഖിന് കിട്ടുന്നുണ്ട്, ചില വീഡിയോസും കാര്യങ്ങളൊക്കെ. അതായത് കഥയുടെ ആരംഭത്തിൽ രണ്ടുപേര് ചേർന്ന് ഒരു മനുഷ്യനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ആ വീഡിയോ തൗഫീഖിന്റെ ഫോണിലുണ്ട്. ആ വീഡിയോ വെറുതെ ഷൂട്ട് ചെയ്ത് മാത്രമല്ല, അവനും അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു ജോണി രണ്ടുപേരും കൂടെ കോൺ ഇൻഡസ്ട്രിയിലെ ആരോ ഒരാൾക്ക് ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ വീഡിയോ വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങൾ സാദിഖിന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ കൂടെ സാദിഖിന് കിട്ടുന്നുണ്ട്. അതായത് തൗഫീഖിന്റെ ആ ഒരു ഫോണിൽ അവന്റെ കൂട്ടുകാരൻ മാക്കിന്റെ നമ്പർ സേവ് ആയിരുന്നു. അവരെന്തൊക്കെയോ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തിട്ടുണ്ട്. സോ സാദിഖ് നേരെ ഇപ്പോൾ മാക്കിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ഡയറക്റ്റ് ആയിട്ട് തന്നെ മാക്കിനോട് ചോദിക്കുന്നുണ്ട്, തൗഫീഖ് അതുപോലെ തന്നെ ജോണി ഇവരുമായിട്ട് നിനക്ക് എന്താ ബന്ധം? മര്യാദക്ക് പറഞ്ഞു വന്ന് സാദിഖ് പറഞ്ഞപ്പോൾ ഇപ്പൊ മാക്ക് പറയാണ്, നീ കുറച്ച് ദിവസമായല്ലോടാ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ഈ പെൺകുട്ടികളുമായിട്ടുള്ള എന്റെ റിലേഷൻ നീ എന്റെ ഭാര്യയോട് പറയോ? നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ നീ പോയി പറയടാ, ഇതിനൊക്കെ ഡീൽ ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സമയത്ത് സാദിഖ് പറയാണ്, മാക്കെ ഞാൻ നിന്നെ അതിന്റെ പേരിലൊന്നുമല്ല ബ്ലാക്ക്മെയിൽ ചെയ്യുക, മറ്റൊരു കാര്യത്തിന്റെ പേരില്ല. ഈ കാണാതായ തൗഫീഖ് ഉണ്ടല്ലോ, ഇവനും ഈ നാട്ടിലെ ഏറ്റവും വലിയ ആ ഒരു ഗ്യാങ്സ്റ്റർ ഖാലിദിനെ അറിയോ? രണ്ടുപേരും ഒരു റിലേഷനിലാണ്. അവനെ കാണാണ്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ആ ഒരു ഖാലിദ്. അപ്പൊ ഈ തൗഫീഖിനെ തേടുന്ന സമയത്ത് എന്ത് സഹായം വേണമെങ്കിൽ ചോദിച്ചോ എന്ന് ഖാലിദ് പറഞ്ഞിട്ടുണ്ട്. പൊന്നു മോനെ, നിന്റെ കാര്യം ഞാൻ അവനോട് പറഞ്ഞാൽ അടിച്ച് വെണ്ണീറാക്കും, കയ്യിലും കാലും ഒരൊറ്റ വിരല് പോലും ഉണ്ടാവില്ല. കാരണം ഈ വിരലും കൈയൊക്കെ മുറിക്കല് അവന്റെ ഒരു ഹോബിയാണ്. ഈ കാര്യം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മാക്ക് ആകെ വിറച്ചു പോകുന്നുണ്ട്. പിന്നീട് സാദിഖ് ചോദിച്ച ആ കാര്യങ്ങൾക്ക് തത്ത പറയുന്ന പോലെ മണിയായിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അതായത് ഇവര് മൂന്ന് പേരും തൗഫീഖിന്റെ കൂട്ടുകാരനായിട്ടുള്ള മരിച്ചുപോയ ആ ഒരു ജോണി, അതുപോലെ തന്നെ ഈ മേക്ക്, ഇവര് മൂന്ന് പേരും കൂടി ചേർന്നിട്ടാണ് ജോണി ജോലി ചെയ്തിരുന്ന ആ ഒരു ഇന്റർനാഷണൽ കമ്പനി ഉണ്ടല്ലോ കോൺ ഇൻഡസ്ട്രി, അങ്ങോട്ടേക്ക് ചില ആൾക്കാരെ എത്തിച്ചു കൊടുത്തിരുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ടുള്ള രണ്ട് ട്വിൻസ് ഉണ്ട്. രണ്ടെണ്ണത്തിന്റെയും കാര്യം പറയുകയാണെങ്കിൽ പക്കാ സൈക്കോസ് എന്ന് വെച്ചാൽ പക്കാ സൈക്കോസ് ആണ്. ആ രണ്ട് ട്വിൻസിനും ഇടയ്ക്കിടയ്ക്ക് ആളുകളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യണം, അത് അവരുടെ ഒരു വിനോദമാണ്. സോ അവർക്ക് വേണ്ടി ആളുകളെ എത്തിച്ചു കൊടുത്തിരുന്നത് ഇവര് മൂന്ന് പേരും കൂടിയിട്ടാണ്. ആരൊക്കെ? കാണാതായ തൗഫീഖ്, മരിച്ചുപോയ ആ ഒരു ജോണി, അതുപോലെ തന്നെ ഈ മേക്കും. ഇതിൽ കൂടുതലായിട്ട് എനിക്ക് വേറൊരു കാര്യം അറിയില്ല എന്ന് മേക്ക് പറയാണ്. ഓക്കെ, എനിക്ക് ഇത്ര അറിഞ്ഞാൽ മതി. അതായത് ഇനി നേരെ സാദിഖിന് അന്വേഷണം കോൺ ഇൻഡസ്ട്രിയിലേക്ക് പോവാം. കാരണം അതിന്റെ രണ്ട് ഓണേഴ്സ് സൈക്കോസ് ആണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ആളുകളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി ഇവര് മൂന്നുപേരും എത്തിച്ചു കൊടുത്തത്. സോ ഇനി നേരെ അന്വേഷണം ആ രീതിയിലാക്കാം. പക്ഷേ പോകുന്നതിന് മുന്നേ സാദിഖ് ഒരു കാര്യം പറയുന്നുണ്ട്, ആ ഒരു ഹാറ്റി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ നിന്റെ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകാൻ പാടില്ല, കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആക്കാൻ പറയണം. അതിൽ ഒരെണ്ണങ്ങാനും ഇനി ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ പൊന്നു മോനെ മാക്കേ, നിന്നെ ഡീൽ ചെയ്യാൻ വരുന്നത് ഞാനായിരിക്കില്ല, ഖാലിദായിരിക്കും. സോ ഹാറ്റിയുടെ എല്ലാ ഫോട്ടോ എല്ലാ വീഡിയോ നീ ഡിലീറ്റ് ആക്കണമെന്ന് പറയണം. ഇതിനുശേഷം സാദിഖ് നേരെ അവന്റെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോയപ്പോൾ അവനെ കാണാനായിട്ട് ഒരു രണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, കൂട്ടുകാരിയായിട്ടുള്ള മെയ്ഡും അതുപോലെ തന്നെ അവന്റെ ആദ്യത്തെ ഭാര്യയായിട്ടുള്ള റസാനും. വന്ന പാടിനെ ഈ റസാന് സാദിഖിനെ നന്നായിട്ട് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ എത്ര കാശ് വേണമെങ്കിൽ തരാം, ഞാനിപ്പോ പ്രഗ്നന്റ് ആണ്, അന്നത്തതുപോലെ ഈ ഒരു തവണ കൂടെ നീ ഒന്ന് ജയിലിലേക്ക് പോ, ആ ഒരു കുറ്റം എടുത്തെടുത്തുകൊണ്ട് നിനക്ക് എത്ര കാശ് വേണമെങ്കിൽ തരാം, നിന്റെ ലൈഫ് നിനക്ക് സെറ്റിൽ ആക്കാം, കുറച്ച് വർഷം ജയിലിൽ കിടന്നാൽ മതി. എന്നാൽ സാദിഖ് പറയുന്നുണ്ട്, ഒരു തവണ നീ എന്നെ വഞ്ചിച്ചതാണ്, നിന്റെ വലയിൽ ഞാൻ ഇനി പെട്ടുപോയില്ല, എനിക്കിപ്പോ പുതിയൊരു ലൈഫ് ഉണ്ട്, പുതിയൊരു പാർട്ട്ണറും ഉണ്ട്. ഇത് കേട്ടപ്പോൾ റസാൻ ചോദിക്കുകയാണ്, ഏത്? ആ ഒരു വേശ്യയായിട്ടുള്ള പെണ്ണോ? അവളുടെ കൂടെയാണോ നീ നിന്റെ പുതിയ ജീവിതം ആരംഭിക്കാൻ പോകുന്നത്? ഈ സമയത്ത് സാദിഖിന് വല്ലാണ്ട് ദേഷ്യം വന്നു. സാദിഖ് പറയാണ്, കമീല അവളുടെ നിവൃത്തികേടുകൊണ്ട് വേശ്യയായതാണ് എന്ന് നീ ഉണ്ടല്ലോ റസാനെ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ നിന്നോട് ഉറപ്പിച്ച് പറയാം, നിന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ് എന്റെ കമീല, അതുകൊണ്ട് അവളെ കുറിച്ച് നീ മോശമായിട്ട് സംസാരിക്കേണ്ട. ഇതിനിടയിൽ റസാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേഡം വരികയാണ്. ദേഷ്യം വന്ന സാദിഖുണ്ടല്ലോ ഇപ്പൊ മേഡിനോട് പറയാണ്, മേഡെ ആദ്യം നീ നിന്റെ ലൈഫ് പോയിട്ട് നോക്ക്, നിന്റെ കെട്ടിയവരുണ്ടല്ലോ നാട്ടിലത്തെ മുഴുവൻ പെൺകുട്ടികളെയും പഴപ്പിച്ച് നടക്കുകയാണ്. ഇത് കേട്ട സമയത്ത് മെയ്ഡ് ആകെ ഞെട്ടിപ്പോവാണ്. അവള് പിന്നെ വായ തുറന്നിട്ടില്ല. എന്തായാലും ഇതിനുശേഷം സാദിഖ് അവന്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ടേക്ക് തന്നെ പോവാണ്. അതായത് ആ ഒരു വീഡിയോ കോൺ ഇൻഡസ്ട്രിയിലെ ആ രണ്ട് സൈക്കോസ് ഉണ്ടല്ലോ, ഇവര് ആൾക്കാരെ ടോർച്ചർ ചെയ്യുന്ന ആ ഒരു വീഡിയോ ഇപ്പൊ സാദിഖിന്റെ കയ്യിലുണ്ടല്ലോ. ഇത് നേരെ ആ ഒരു കമ്പനിയിലേക്ക് അയച്ചിട്ട് എനിക്ക് അവർ രണ്ടുപേരെയും കാണണം, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വേണമെന്ന് പറയണം. സോ കമ്പനിയുടെ മാനേജേഴ്സ് ഇത് കാണുന്നുണ്ട്. അങ്ങനെ അവസാനം സാദിഖിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ്. നേരെ അങ്ങോട്ടേക്ക് പോവാണ്. മാത്രമല്ല ആ ഒരു രണ്ട് സൈക്കോസും അവിടെ ഇരിക്കുന്നുണ്ട്. ഐറ്റിങ്ങളെ കാണുമ്പോൾ തന്നെ പേടിയാവും. വല്ലാത്തൊരു പ്രേത ലുക്ക്, വെള്ള മുടിയും ഒരു വല്ലാത്ത മുഖമായിട്ട്. സത്യം പറഞ്ഞാൽ ആ ആങ്ങളെയും പെങ്ങളെയും കാണുമ്പോൾ പ്രേതത്തിന്റെ അതേ കോലം തന്നെ. അങ്ങനെ സാദിഖിനെ കണ്ടപാട് തന്നെ ഇവൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. നീ ആരെ അന്വേഷിച്ചാണ്, എന്ത് അന്വേഷിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തൗഫീഖിനല്ലേ നിങ്ങൾക്ക് വേണ്ടത്, എനിക്കും അവനെ തന്നെയാണ് വേണ്ടത്. ലാസ്റ്റ് സമയത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് ഒരാളെ അവൻ കൊണ്ടു തന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ ടോർച്ചർ ചെയ്ത സമയത്ത് അയാൾ മരിച്ചുപോയി. ഈ കാര്യങ്ങളൊക്കെ തൗഫീഖും അവന്റെ കൂട്ടുകാരൻ ജോണിയും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങൾ വല്ലാണ്ട് ബ്ലാക്ക് മെയിലും ചെയ്തു. അതുകൊണ്ട് ഈ തൗഫീഖിനെ അന്വേഷിച്ച് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ വലിയൊരു എമൗണ്ട് ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. എന്തായാലും ഇതുകൂടെ കേട്ടപ്പോൾ സാദിക്ക് ആകെ ഹാപ്പി ആവാണ്. എന്റെ മോനെ, തൗഫീഖിന് ഇത്രയും വാല്യൂ ഉണ്ടായിരുന്നു. ആരൊക്കെയാ അവനെ തേടിക്കൊണ്ടിരിക്കുന്നത്? എന്തായാലും തൗഫീഖിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാന്ന് പറഞ്ഞിട്ട് ആ രണ്ട് പ്രേതങ്ങളുടെ അടുത്ത് നിന്നും സാദിക്ക് പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല സാദിക്കിന് ആ ഒരു സമയത്ത് ഒരു കോള് വരുന്നുണ്ട്. ഹാറ്റിയാണ് വിളിച്ചത്. എന്താണ് ഹാറ്റി കാര്യം എന്ന് ചോദിച്ചപ്പോൾ സാദിക്കിനോട് ഹാറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. അത് പിന്നെ അമ്മ എന്തൊക്കെയോ പിച്ചിമ്പയും പറയാണ്. ഞാൻ അമ്മയ്ക്ക് ഫോൺ കൊടുക്കാന്ന് പറയാണ്. അങ്ങനെ കാണാതായ തൗഫീഖ് ഉണ്ടല്ലോ, തൗഫീഖിന്റെ അമ്മ സാദിക്കിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. സാദിക്ക്, നിങ്ങൾ ഇനി എന്റെ മകനെ കുറിച്ച് അന്വേഷിക്കേണ്ട. ഞാൻ സ്വപ്നത്തിൽ അവനെ കണ്ടു. മാത്രമല്ല അവൻ എന്നോട് പറഞ്ഞു അവൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ കേസൊന്നും അന്വേഷിക്കേണ്ട. ഇതും പറഞ്ഞിട്ട് ഫോൺ നേരെ ഹാറ്റിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്താണ് ഹാറ്റി, എന്താ പറ്റിയെന്ന് സാദിക്ക് ചോദിച്ചപ്പോൾ ഹാറ്റി പറയാണ് അമ്മ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുന്നത് നുണയാണ്. ഇന്നലെ ആരോ വിളിച്ചിരുന്നു, അതിനുശേഷമാണ് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇപ്പൊ ഹാറ്റിയോട് സാദിക്ക് പറയണ മോളെ പേടിക്കൊന്നും വേണ്ട. ആ കോള് വന്ന നമ്പർ ഉണ്ടല്ലോ, ആ ഒരു നമ്പർ നീ എനിക്ക് തന്നാൽ മതി, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയും. അങ്ങനെ ഹാറ്റി അവർക്ക് കോള് വന്ന ആ ഒരു നമ്പർ അത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം സാദിക്കിനെ കാണാൻ വേണ്ടി മേഡ് വരികയാണ്. മേഡ് പറയാണ് ഇത്രയും കാലം എന്റെ കെട്ടിയോൻ മാക്ക് എന്നെ ചതിക്കായിരുന്നു. എനിക്കിനി അവന്റെ കൂടെ ജീവിക്കേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണം. സോ അതിന് പ്രോപ്പർ ആയിട്ട് ഒരു എവിഡൻസ് വേണം. അത് നീ എനിക്ക് തരണമെന്ന് മാക്കിനോട് പറഞ്ഞപ്പോൾ തെളിവൊക്കെ ഞാൻ തരാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്കൊരു $3 ലക്ഷം വേണമെന്ന് പറയാണ്. ഒന്ന് ആലോചിച്ചതിന് ശേഷം മേഡം പറയണം ഓക്കെ ഞാൻ തരാമെന്ന്. $3 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപയിൽ 2-2.5 കോടിയോളം രൂപ വരും. സോ അത് തരാന്ന് ഇപ്പോൾ മേഡൻ ഇപ്പോൾ സാദിക്കിനോട് പറയണം. ഇതിന് ശേഷം ഉണ്ടല്ലോ സാദിക്ക് അവന് കിട്ടിയ ആ ഒരു നമ്പർ പരിശോധിക്കുകയാണ്. അതായത് ഹാറ്റിയുടെ അമ്മയെ വിളിച്ച ഒരാളില്ലേ, ആ ആളുടെ നമ്പർ സാദിക്ക് പരിശോധിച്ച് നോക്കിയപ്പോൾ പുതിയൊരു ടിസ്റ്റ്. ആ നമ്പർ അത് മറ്റാരുടേതുമല്ല, ഈ മരിച്ചുപോയ ജോണി ഉണ്ടല്ലോ, അതായത് തൗഫീഖിന്റെ കൂട്ടുകാരൻ, ആ ജോണിയുടെ ഭാര്യയുടെ ഫോൺ നമ്പർ ആയിരുന്നു അത്. ഇവളെന്താ ഈ കഥയിൽ ഇതുവരെയായിട്ടും സംശയിക്കാത്ത ജോണിയുടെ ഭാര്യ എങ്ങനെയാ ഈ ഒരു സംഭവത്തിലേക്ക് വന്നത്? സോ മൈൻഡിൽ ചില കാര്യങ്ങളൊക്കെ സാദിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുവിധം ഈ ഒരു പ്രശ്നം മൈൻഡിന്റെ ഉള്ളിൽ വെച്ച് തന്നെ സാദിക്ക് സോൾവ് ചെയ്യാണ്. പക്ഷേ അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അതിന് മുന്നേ ആയിട്ട് തന്നെ സാദിക്കിന് ചില ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. അതായത് മെയ്ഡിനോട് ഒരു $3 ലക്ഷം വേണമെന്ന് പറഞ്ഞില്ലേ, ആ ഡോളർ ഇപ്പോൾ മേഡൻ കൊടുത്തിട്ടുണ്ട്. മെയ്ഡിന് എന്താണോ ആവശ്യം ആ ഒരു കാര്യം സാദിക്കും കൊടുക്കുകയാണ്. ഇതിനുശേഷം ആ ഒരു $3 ലക്ഷം നേരെ നമ്മുടെ ഹാറ്റി ഉണ്ടല്ലോ അവളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ട് ഇടുകയാണ്. എന്നിട്ട് ഹാറ്റിയോട് പറയാണ് ഈ കാശിന് വേണ്ടിയിട്ടല്ലേ പല മോശമായിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്തത്, ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട, പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പുറത്തു പോയിട്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ലൊരു എമൗണ്ട് തന്നെ ഞാൻ നിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അനാവശ്യമായിട്ടുള്ള ഒരു പരിപാടിയിലേക്കും പോകണ്ട കേട്ടോ മോളെ. ഭയങ്കര സ്നേഹത്തിൽ കെയറോട് കൂടിയിട്ട് തന്നെയാണ് സാദിക്ക് ഈ ഒരു കാര്യം പറയുന്നത്. പലതവണ ഹാറ്റി കളിയാക്കിയിട്ട് സാദിക്കിനെ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നാൽ ഇപ്പൊ ഉണ്ടല്ലോ ശരിക്കും ഹാറ്റി മനസ്സിൽ തട്ടിയിട്ട് തന്നെ സാദിക്കിനോട് നന്ദി പറയാണ്. ശരിക്കും ഒരു അച്ഛനോട് സംസാരിക്കുന്ന പോലെ അവൾ പറയുന്നുണ്ട്. എന്തായാലും പിന്നീട് ഹാറ്റിയെ സാദിക്ക് യാത്രയാക്കാണ്. ഇതിനുശേഷം ആരും ഇല്ലാത്തൊരു വീട്ടിലേക്ക് സാദിക്ക് പോകുന്നുണ്ട്. എന്നിട്ട് തൗഫീഖിന്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരാൾ വിളിച്ചെന്ന് പറഞ്ഞില്ലേ, അതായത് ജോണിയുടെ വൈഫ്, ആ നമ്പർ ഇപ്പൊ സാദിക്കിന്റെ കയ്യിലുണ്ടല്ലോ. സോ ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. മരിച്ചുപോയ നിങ്ങളുടെ ഭർത്താവ് ജോണി ഉണ്ടല്ലോ, ജോണി കുറച്ച് നാൾ എന്റെ കൂടെയായിരുന്നു, അവനെ പറ്റി ഒരുപാട് രഹസ്യങ്ങൾ എനിക്കറിയാം, അപ്പൊ അത് അറിയണമെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വീട്ടിൽ സാദിക്ക് ഇപ്പൊ വെയിറ്റ് ചെയ്യാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ട്രാപ്പ് തന്നെയാണ്. അധികം വൈകാതെ അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നത് മറ്റാരുമല്ല, ജോണിയുടെ ആ ഒരു വൈഫ് തന്നെ. അവളുടെ കൂടെ തന്നെ സാദിക്ക് മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ ഒരാളുണ്ട്. ആ ആള് മറ്റാരുമല്ല, ഇത്രയും നാളായിട്ട് സാദിക്ക് തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തൗഫീഖ് തന്നെ. എന്നാൽ ഇവിടെ സാദിക്ക് എക്സ്പെക്ട് ചെയ്യാത്ത മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ആ ഒരു ഗ്യാങ്സ്റ്റർ ഉണ്ടല്ലോ, അയാളുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള നജീബ് പെട്ടെന്നൊരു ഗണ്ണുമായിട്ട് ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മുടെ ഒരു സാദിക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അവസരം കിട്ടിയപ്പോൾ ഈ നജീബിനെ തന്നെ സാദിക്ക് അടിച്ചിടുന്നുണ്ട്. അവന്റെ തലയിൽ ഗണ്ണ് വെച്ച് ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാ കാട്ടുപോകത്ത് ഇപ്പൊ കയറി വന്നത്? ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് നജീബ് കാര്യങ്ങൾ പറയാണ്. അതായത് ഈ നജീബും അതുപോലെ തന്നെ തൗഫീഖും രണ്ടുപേരും കൂടിയിട്ട് ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ഖാലിദിനെ പറ്റിച്ചുകൊണ്ട് കുറച്ചധികം കാശുമായിട്ട് മുങ്ങാൻ നോക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നത്. ഇപ്പൊ സാദിക്ക് പറയണ ആഹാ ഇത് ഞാനറിയാത്ത പുതിയൊരു കാര്യമാണല്ലോ. എന്നിരുന്നാലും എനിക്കിത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടത് നിന്റെ പാർട്ട്ണർ ഉണ്ടല്ലോ തൗഫീഖ്, അവനോടാണ്. സോ നേരെ തൗഫീഖിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. തൗഫീഖിനെയും അതുപോലെ തന്നെ ജോണിയുടെ ഭാര്യയും ഗൺ പോയിന്റിൽ സാദിക്ക് നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ സാദിക്ക് ജോണിയുടെ ഭാര്യയോട് ഒരു കാര്യം പറയുന്നുണ്ട്. നീ വെറും ഒരു കളിപ്പാവയാണ്, പണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാട്ടി നിന്നെ ചുമ്മാ ഇവൻ വശത്താക്കിയതാണ്. കാര്യങ്ങൾ അതായത് യഥാർത്ഥ പ്ലെയർ ഈ തൗഫീഖാണ്, എനിക്ക് അവനോട് സംസാരിച്ചാൽ മതി, അതുകൊണ്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ജോണിയുടെ ഭാര്യ അവിടുന്ന് പറഞ്ഞേക്കാണ്. പിന്നീട് തൗഫീഖിനോട് തന്നെ ചോദിക്കുകയാണ്, മോനെ പറ എന്തൊക്കെയാണ് നീ ഇവിടെ കളിച്ചു കൂട്ടിയത്? അങ്ങനെ തൗഫീഖ് കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. ഒരു പരിധി വരെ കാര്യങ്ങൾ സാദിക്കിന് ഓൾറെഡി അറിയാം, നമുക്കും അറിയാം. അതായത് കോൺ ഇൻഡസ്ട്രിയിലെ ആ ഒരു ട്വിൻസ് ഉണ്ടല്ലോ, ആംഗ്ലിയും പെങ്ങളും രണ്ടുപേരും നല്ല ഉഗ്രൻ സൈക്കോസ് ആണ്. അവന്മാർക്ക് ഇതുപോലെ തന്നെ ആളുകളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരാളെ വേണം. അങ്ങനെ ഓരോ വ്യാഴാഴ്ചയും അങ്ങോട്ടേക്ക് അഹമ്മദ് പിടിച്ചുകൊണ്ടുവന്ന ആ പെൺകുട്ടികളുടെ ഇടയിൽ നിന്നും ഓരോരുത്തരെയും കൊണ്ടുപോയി കൊടുത്തിരുന്നത് ഈ തൗഫീഖും അതുപോലെ തന്നെ ജോണിയും പിന്നെ ഒരു മാക്കും കൂടിയായിരുന്നു. എന്നാൽ ലാസ്റ്റ് ടൈമിൽ ഈ രണ്ട് സൈക്കോസും ആ ആളെ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയോ അയാൾ മരിച്ചുപോയി. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവന്മാർ രണ്ടുപേരും, അതായത് തൗഫീഖും ജോണിയും കൂടെ വീഡിയോ എടുക്കുന്ന
നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവരന്ന് അയാളെ കൊല്ലാൻ ഉപയോഗിച്ച ആ ഒരു കത്തിയും ഇവരെടുത്തു വെച്ചിട്ടുണ്ട്. സോ ആ ഒരു കാര്യം നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ടതാണ്, ഞാൻ ഓർത്ത് വെച്ചോന്ന് പറഞ്ഞു. ആ ഒരു താടിക്കാരൻ അത് തന്നെയാണ് ജോണി. എന്തായാലും അന്ന് അവരെടുത്ത ആ ഒരു വീഡിയോ വെച്ചിട്ട് ആ 2 സൈക്കോസിനെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് നല്ലൊരു തുക ചോദിച്ചിട്ടുണ്ട്. വലിയ ഇന്റർനാഷണൽ കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ തുക ചോദിക്കുന്നതിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. വലിയൊരു എമൗണ്ട് ആണ് രണ്ടുപേരും കൂടെ ചോദിച്ചത്. മാത്രമല്ല ആ ഒരു തുക അത് ഒറ്റയ്ക്ക് അടിച്ചെടുക്കാൻ വേണ്ടി തൗഫീഖ് തന്നെയാണ് ജോണിയെ കൊന്നത്. അവനായിട്ടല്ല കൊന്നത്, പകരം തൗഫീഖ് ആദ്യം ജോണിയുടെ ഭാര്യ ഉണ്ടല്ലോ അവളെ മാനിപ്പുലേറ്റ് ചെയ്തു. എന്നിട്ട് ജോണിയുടെ ഭാര്യയെ കൊണ്ട് തന്നെയാണ് ജോണിയെ കൊല്ലിപ്പിച്ചത്. അതായത് അവന്റെ കാറിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്ത് അത് പൊട്ടിച്ചെറിപ്പിച്ചതാണ്. മാത്രമല്ല ഗാങ്സ്റ്റർ ആയിട്ടുള്ള കാലിദിന്റെ കൂടെ നിന്നിട്ട് അയാളുടെ അടുത്ത് നിന്നും നല്ലൊരു എമൗണ്ട് അടിച്ചു മാറ്റി ടോട്ടലി വലിയൊരു എമൗണ്ടുമായിട്ട് മുങ്ങാനായിരുന്നു തൗഫീഖിന്റെ പദ്ധതി. എന്നാൽ ഇതിന്റെ ഇടയിലേക്ക് കയറി വന്ന സാദിക്ക് എല്ലാം കൂടെ പൊളിച്ചിട്ട് കയ്യിൽ കൊടുത്തു. മാത്രമല്ല സാദിക്ക് ഈ ഒരു തൗഫീഖിനെ ഒരു മുറിയിൽ കൊണ്ടിട്ട് പൂട്ടിയിടുന്നുകൊണ്ട് പോകും. ഇതിനുശേഷം സാദിക്ക് നേരെ പോകുന്നത് കോൺ ഇൻഡസ്ട്രിയിലെ ആ 2 സൈക്കോസ് ഉണ്ടല്ലോ അവരുടെ അടുത്തേക്കാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ തൗഫീഖിനെ പിടിച്ച് ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഒരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ എനിക്ക് പോവായിരുന്നു. അങ്ങനെ സാദിക്ക് അവരുടെ കയ്യിൽ നിന്ന് വലിയൊരു എമൗണ്ട് മേടിക്കുന്നുണ്ട്. ഈ 2 സൈക്കോസിനും തൗഫീഖിനോട് നല്ല ദേഷ്യമുണ്ട്. കാരണം അവർ ചെയ്ത ആ ഒരു കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഇവരെ കുറച്ച് നാൾ ഒന്ന് എന്താ പറയാ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു തൗഫീഖ്. അപ്പൊ ആ 2 സൈക്കോകൾക്കും അവനോട് നല്ല ദേഷ്യമുണ്ട്. നേരെ തൗഫീഖിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവനിട്ട് വരട്ടുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യാണ്. എന്നാൽ ഇവിടെയും കൊണ്ട് നമ്മുടെ സാദിക്കിന്റെ പ്ലാന് കഴിഞ്ഞിട്ടില്ല. ഇതേ ബിൽഡിംഗിലേക്ക് തന്നെ മറ്റൊരാളെ കൂടെ സാദിക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആരായിരിക്കും? മറ്റാരുമല്ല, ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള കാലിദിനെയും ടീമിനെയും തന്നെ. ഇപ്പൊ കാലിദിനോട് പറയാണ്, നീ അന്വേഷിച്ചുകൊണ്ടിരുന്ന തൗഫീഖ് ആ ഒരു ബിൽഡിംഗിലുണ്ട്. അവൻ മാത്രമല്ല അവന്റെ കൂടെ തന്നെ നിന്നെ ചതിച്ച നജീബും ഉണ്ട്, പിന്നെ ആ 2 സൈക്കോസും ഉണ്ട്. അപ്പൊ കാലിദെ, നീ പറഞ്ഞ ആ ഒരു ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. ഇതേ സമയത്തിന് കാലിദ് ചോദിക്കുകയാണ്, ഓക്കെ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു, പകരം ഞാൻ എന്താ നിനക്ക് ചെയ്യേണ്ടത്? പണം വേണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണോ ചോദിച്ചപ്പോൾ സാദിക്ക് പറയാണ്, എനിക്ക് പണവും കാര്യങ്ങളൊന്നും വേണ്ട, ഞാൻ 2 അഡ്രസ്സ് തരാം. അപ്പൊ ആ ഒരു അഡ്രസ്സിലേക്ക് പോയിട്ട് ചെറിയൊരു വർക്ക് നീ ചെയ്താൽ മതി എന്ന് പറയണം. തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നു പറഞ്ഞിട്ട് കാലിദും അവന്റെ ആൾക്കാർ നേരെ പോകുന്നത് ആ വീടിന്റെ ഉള്ളിലേക്കാണ്. അവിടെ ഓൾറെഡി ആരുണ്ട്? തൗഫീഖും ഉണ്ട്, ആ 2 സൈക്കോസും ഉണ്ട്. 2 സൈക്കോസും കൂടെ അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലേക്കാണ് നമ്മുടെ കാലിദ് വരുന്നത്. ഒന്നും നോക്കിയില്ല, തൗഫീഖിനെയും ആ 2 സൈക്കോസിനെയും കാലിദ് വെടിവെച്ച് കൊന്നുകളയാണ്. എപ്പടി ഇറങ്ങുക നമ്മുടെ ആശാന്റെ സ്കെച്ച്. അതായത് സാദിക്കിന് എങ്ങനെയെങ്കിലും തൗഫീഖിനെയും കൊല്ലണം, അതുപോലെ തന്നെ ആ 2 സൈക്കോസിനെയും കൊല്ലണം. അത് അവന്റെ സ്കെച്ചായിരുന്നു, അതുപോലെ തന്നെ അവൻ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ആശാന്റെ ആ ഒരു പരിപാടിയൊന്നും തീർന്നില്ല, വേറെയും പ്ലാൻ ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ സാദിക്ക് കാണാൻ ചെല്ലുന്നത് അവന്റെ ആ ഒരു എക്സ് വൈഫ് ഉണ്ടല്ലോ റസാനിയും, അതുപോലെ തന്നെ അവളുടെ പുതിയ ഹസ്ബൻഡ് ഉണ്ടല്ലോ ഒരു പണക്കാരനാണ്. ഇവർ രണ്ടുപേരെയാണ്. അപ്പൊ റസാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കേസ് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ജയിലിൽ പോയിക്കോളാം എന്ന് സാദിക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ നല്ലൊരു എമൗണ്ട് വാങ്ങാണ്. പിന്നെ ആ ഒരു കേസ് എന്താണ്, 6 വർഷങ്ങൾക്ക് മുന്നേ നടന്ന എന്താണ്, ഇതൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് സാദിക്ക് പറയാണ്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞല്ലോ, എല്ലാം എന്റെ ഫോണിൽ റെക്കോർഡഡ് ആണ്. നീ എന്താ കരുതിയത്? 2ാമത്തെ തവണയും ഞാൻ അങ്ങ് നിന്നിരുന്ന് നീ കരുതിയോ? നിനക്ക് വേണ്ടി ജയിലിൽ പോവാൻ നിന്റെ പുതിയ കെട്ടിയവനുണ്ടല്ലോ അവളോട് പറയടി. ഇത് കേട്ടപാട് തന്നെ ആ ഒരു പൈസക്കാരൻ പുതിയ കെട്ടിയവനുണ്ടല്ലോ അയാൾ പറയാണ്, ഞാൻ ജയിലിൽ പോവാനോ? എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. എഴുന്നേറ്റ് പോവാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം റസാനെ ലൈഫിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്നാണ്. അപ്പൊ ആകെ കൂടി ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായപ്പോൾ റസാൻ ഇപ്പൊ സാദിഖിനോട് ചോദിക്കണം, അല്ല ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു മിനിറ്റ്, ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതങ്ങോട്ട് നിർത്തുക, നേരെ മേലേക്ക് കയറി പോവാ, അവിടെ നിന്ന് എടുത്തങ്ങോട്ട് ചാടുക. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇതാണെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ ആ ഒരു കാശ് മേടിച്ച് സാദിഖ് നേരെ പോവാണ്. കോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു വലിയ കമ്പനിയിലെ ഓണേഴ്സ് ആയിട്ടുള്ള ആ 2 സൈക്കോസ് ഉണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ റസാന്റെ ആ ഒരു കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് മേടിച്ചിട്ടുണ്ട്. സോ ആ 2 എമൗണ്ടുമായിട്ട് നേരെ സാദിഖ് കമ്മിയിലേക്ക് കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അവളോട് കാര്യങ്ങളൊക്കെ പറയാണ്, നമ്മൾ ഇനി ഒരു സിറ്റിയിൽ നിൽക്കുന്നില്ല. സാദിഖിന്റെ ആഗ്രഹം പോലെ തന്നെ ആ ഒരു ഐലൻഡ് മേടിക്കാനായിട്ട് അവർ ആ ഒരു കാശുമായിട്ട് ഇവിടുന്ന് പോവുകയാണ്. എന്നാൽ ഇതോടുകൂടി കഥ തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, സാദിഖിന്റെ പ്ലാൻ ഇനിയുണ്ട്. അന്ന് കാലിദ് ചോദിച്ചായിരുന്നല്ലോ ഞാൻ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന്. ആ സമയത്ത് സാദിഖ് 2 അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം മെഡിക്കൽ ഷോപ്പിൽ ആ ഒരു പയ്യനുണ്ടല്ലോ അഹമ്മദ്, അവനെ ഫോളോ ചെയ്ത് പോയ സമയത്ത് ഒരു ഇടുങ്ങിയ ബിൽഡിംഗിലേക്ക് പോയില്ലേ, അവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ. സോ ആ ബിൽഡിങ്ങിന്റെ അഡ്രസ് ആണ് കൊടുത്തത്. അങ്ങോട്ടേക്ക് കാലിദും അവന്റെ ആൾക്കാരും കൂടെ പോവാണ്. അവിടെയുള്ള എല്ലാത്തിനെയും തീർത്തിട്ടുണ്ട്. മാത്രമല്ല അവിടെ പെട്ടുകിടക്കുന്ന എല്ലാ കുട്ടികളെയും രക്ഷപ്പെടുത്താണ്. ആ കൂട്ടത്തിൽ നമ്മൾ അന്ന് കണ്ട ഒരു ക്യൂട്ടായിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളും ഉണ്ടായിരുന്നു. സോ എല്ലാ കുട്ടികളും ഇപ്പൊ രക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ അഡ്രസ്സ് അതേതാന്ന് നോക്കുകയാണെങ്കിൽ സാദിഖിന്റെ കൂട്ടുകാരി മെയ്ഡ് ഉണ്ടല്ലോ, മെയ്ഡിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള മാക്ക്. നമ്മുടെ ഹാറ്റിയുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞത് തന്നെ ഈ ഒരു മാക്കാണ്. മാക്ക് അതുപോലെ വേറെയും ഒരുപാട് ചെറിയ പെൺകുട്ടികളുടെ ലൈഫ് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവനിട്ടും ഒരു പണി കൊടുക്കണമെന്ന് സാദിഖ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മാക്കിനെ കാലിദിന്റെ ആൾക്കാർ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. നേരെ കാലിദ് അങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ മാക്കിന് നോക്കിയിട്ട് ഒന്ന് കണ്ണിറുക്കി കാണിക്കുകയാണ്. അതായത് നല്ല കിടിലം പണി തന്നെ മാക്കിന് ഇനി കിട്ടാൻ പോവാണ്. കിട്ടണം അവന്, അത് കിട്ടണം. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു സ്റ്റോറി എൻജോയ് ചെയ്യുന്നു. നല്ല കിടിലിന് അതുപോലെ തന്നെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഈ ഒരു സിനിമയിൽ ഉണ്ടായില്ലേ, അതുപോലെ തന്നെ ഒരുപാട് ട്വിസ്റ്റുകളും. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.